ഇപ്പോൾ EP ജയരാജന് ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നലെ വയനാടും ചേലക്കരയും വിധി എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് വിധി എന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ്. അതേസമയം ഇനി എല്ലാ കണ്ണും പാലക്കാട്ടേക്കാണ്. ഇന്നലെ ഏറ്റവും അധികം ചർച്ചയായ EP ജയരാജന്റെ ആത്മകഥാ ബോംബ്, അതിലുള്ള തുടർ ചലനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. EP ഇന്നലെ തന്നെ ആ കാര്യം നിഷേധിച്ചതാണെങ്കിൽ പോലും പി സറിനെതിരെയും ഒക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇന്ന് പി സറിനായി വോട്ട് തേടി പാലക്കാടേക്ക് എത്തുകയാണ് EP. അപ്പൊ അതും ഒരു കൗതുക കാഴ്ചയാണ്. EP എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയും, പൊതുയോഗത്തിൽ സംസാരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം വയനാട്ടിലെയും ചേലക്കരയിലും വോട്ട് ശതമാനം കുറഞ്ഞത് അതും വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശിശുദിനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ റാലികളും നല്ല മനോഹരമായ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചാച്ചാജിയുടെ വേഷത്തിലൊക്കെ കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് പോകും. അവിടെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാ കുട്ടികൾക്കും ശിശുദിന ആശംസകൾ കൂടി നേരുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം. ആത്മകഥാ വിവാദത്തിനിടെ EP ജയരാജൻ ഇന്ന് പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി EP വോട്ട് തേടും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ EP പങ്കെടുക്കും. താരപ്രചാരകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതാദ്യമായാണ് EP മണ്ഡലത്തിലെത്തുന്നത്. ആത്മകഥാ വിവാദത്തിന് പിന്നാലെ അടിയന്തരമായി പാലക്കാട് എത്താൻ പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് വിവരം. UDF-നായി പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് റോഡ് ഷോ നടത്തും. BJP-യുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. G ശ്രീജിത്താണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇനി പാലക്കാട്ടേക്കാണ് എല്ലാ കണ്ണുകളും. രണ്ട് ഇടത്തെ കാര്യങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞു. ഇനി ആളുകൾ വിധി എഴുതി കഴിഞ്ഞു. ഇനി പാലക്കാട്ട് എന്താകും? അവിടെ നടന്ന ചർച്ചകളൊക്കെ പാലക്കാട്ട് പ്രതിഫലിക്കുമോ എന്നൊക്കെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഏറ്റവും പ്രധാനം EP ഇന്ന് മണ്ഡലത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പൊട്ടിച്ച ബോംബിന്റെ ബാക്കി അതെന്തായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണല്ലോ നമ്മൾ. ഗുഡ് മോർണിംഗ് അശ്വതി. തീർച്ചയായും അവിടെ നടന്ന ചർച്ചകൾ ഇവിടെ ചർച്ചയാകുമോ എന്ന ചോദ്യമാണ് അശ്വതി ആദ്യം തന്നെ പറഞ്ഞത്. അത് ചർച്ചയാകാതിരിക്കാനുള്ള CPM-ന്റെ തന്ത്രം കൂടിയാണ് ഇന്നത്തെ EP ജയരാജന്റെ വരവ് എന്ന് തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ ചർച്ചയായത് EP ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദമായിരുന്നു. അത് EP പല DGP-ക്ക് പരാതി കൊടുക്കുന്നു. അതായത് ശക്തമായി ആ ഒരു DC ബുക്സിനെതിരെ നടപടിയെടുക്കുന്ന നിലയിലേക്ക് EP ഇന്നലെ തന്നെ എത്തിയിരുന്നു. ആദ്യം DGP-ക്ക് പരാതി, പിന്നെ വക്കീൽ നോട്ടീസ് അയച്ച ആത്മകഥ എന്നുള്ളത് പിൻവലിക്കണം എന്ന നിലയിലൊക്കെ പോസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട കാർഡുകളും എല്ലാം പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും DC അത് ഉടൻ പ്രസിദ്ധീകരിക്കില്ല, ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ തർക്കം അവിടെ നിൽക്കുന്നതിനിടെ തന്നെയാണ് ഇനിയുള്ള അവസാന ദിവസങ്ങൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ അത്രയും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ താരപ്രചാരകനായിരുന്ന EP ജയരാജൻ ഇതുവരെ പാലക്കാട് പ്രചരണത്തിനെത്തിയിരുന്നില്ല. മാത്രവുമല്ല, ഈ പുസ്തക ഭാഗങ്ങളായി പുറത്തു വന്നതിൽ സരിനെതിരെ പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശനവും ഉണ്ടായിരുന്നു. അത്തരം വിമർശനങ്ങളൊന്നും തന്റെ അല്ല എന്ന് EP ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും അതിന് പിന്നാലെ പാലക്കാട്ടെ ജനങ്ങളോട് നേരിട്ടെത്തി ഇത്തരം കാര്യങ്ങൾ പറയാൻ CPM നിർദ്ദേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി വളരെ പെട്ടെന്ന് ഇങ്ങനൊരു സന്ദർശനം. നേരത്തെ പാലക്കാട് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വാർത്തകൾ പല ഘട്ടത്തിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതേ വാർത്തകൾ K മുരളീധരനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും അപ്പുറത്ത് BJP-യിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വരുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വാർത്താ ബോംബ് കൂടി ഒരു ദേശീയ ദിനപത്രത്തിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് EP-യുടെ ഇങ്ങോട്ടേക്കുള്ള വരവ് എന്നതാണ്. എന്തായാലും രാവിലെ അദ്ദേഹം ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷമാണ് പാലക്കാട്ടേക്ക് വരിക. ഒരുപക്ഷെ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ ഒക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ പാലക്കാട് ഒരു വാർത്താ സമ്മേളനവും പ്രതീക്ഷിക്കാം. വൈകുന്നേരം ഏതാണ്ട് 4 മണി 5 മണി സമയത്തോടുകൂടി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടി ഉള്ളത്. എന്തായാലും അദ്ദേഹവും EP നേരിട്ടെത്തി വോട്ട് ചോദിക്കുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ ആയുധമാക്കുകയാണ് UDF-ഉം BJP-യും ഒക്കെ. ഇപ്പുറത്ത് VD സതീശനും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്ന റോഡ് ഷോ UDF-ന്റെ ഇന്നത്തെ പ്രധാന ആകർഷണമാണ്. BJP-യുടെ ഏതാണ്ട് എല്ലാ നേതാക്കളും
ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളൊക്കെ ഇന്നലെയും ശോഭാ സുരേന്ദ്രനും കുമ്മൻ രാജശേഖരനും അങ്ങനെ കെ സുരേന്ദ്രൻ ഇവിടെ തന്നെയുണ്ട് കഴിഞ്ഞ ഒരു മാസമായി. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചരണം BJPയും നടത്തുകയാണ്. എന്തായാലും വലിയ ആവേശത്തിൽ അവസാന ദിവസത്തിലേക്ക് 18-ാം തീയതിയാണ് കൊട്ടിക്കലാശം. അതിനു മുൻപ് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ രംഗത്ത് പോകാൻ അവർ വോട്ട് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിനിടെ ഇന്ന് കൽപ്പാത്തി തേരിന്റെ 2ാം ദിവസവുമാണ്. അത്തരം ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. നാളെ ദേവരഥ സംഗമം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൽപ്പാത്തിയിൽ നടക്കുന്നു. അങ്ങനെ കൽപ്പാത്തി തേര്, തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കൂടെ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ സ്ഥാനാർത്ഥികളും അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. അശ്വതി, ശ്രീജിത്ത്, ഈ ഇ പി ജയരാജന്റെ വിശദീകരണം ഒന്നുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇപിക്ക് ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് കരുതേണ്ടതുണ്ട്. കാരണം താനല്ല എഴുതിയത് എന്ന്, അല്ലെങ്കിൽ തന്റെ ആത്മകഥയല്ല, അല്ലെങ്കിൽ ഈ പേര് ഞാൻ ഇടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇന്നലത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് ഞാൻ പരാതിയുമായി മുന്നോട്ട് പോകും, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പരാതി കൊടുത്തു, അതിനപ്പുറത്തേക്ക് ഇപിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? 1. 2, ഇപിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു MV ഗോവിന്ദൻ ഇന്നലെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയമൊക്കെ പാർട്ടി അതിജീവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ EP വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്ന രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? EP വിഷയത്തിൽ അവസാനത്തെ സംശയം കൂടി ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ് അശ്വതി ഇന്നത്തെ EP പാലക്കാട്ടേക്കുള്ള വരവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സരിനെതിരെ അതിലൊരു പരാമർശമുണ്ട് എന്ന നിലയിൽ പുറത്തു വന്നതോടെ അതുകൂടി അവസാനിപ്പിക്കണം, സരിനെതിരെയും തനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് പറഞ്ഞു വെപ്പിച്ച് സരിന് വേണ്ടി EPയെ കൊണ്ട് വോട്ട് ചോദിപ്പിക്കുക. അങ്ങനെ ആ സംശയം കൂടി പാർട്ടി അണികൾക്കോ ഈ CPM-നുള്ളിലെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ കാലമായി പുറത്തു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ EP ഈ പുസ്തകം പുറത്തുവിട്ടതിൽ EP-ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ കൂടി തന്ത്രമാണ് EPയെ ഇന്ന് പാലക്കാട്ടേക്ക് എത്തിക്കുക എന്നുള്ളത്. എന്തായാലും CPM പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒട്ടും പിന്നോട്ടല്ല. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 3ാം സ്ഥാനത്ത് നിന്നിരുന്നു എങ്കിൽ പോലും ഏറ്റവും അവസാന പ്രവർത്തകരെയുമാണ് ജനങ്ങളെയൊക്കെ കണ്ട് വോട്ട് പിടിക്കാനുള്ള തന്ത്രം, വിവാദങ്ങൾ അവസാനിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രത്തിലേക്ക് CPM കടക്കുകയാണ്. മറ്റൊന്ന്, ഈ ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വോട്ട് ശതമാനം ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ ആശങ്ക മുന്നണികൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിൽ ഒരു ഈസി വാക്ക് ഓവർ ഒക്കെ പ്രതീക്ഷിച്ച് UDF നിന്നത് ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണ തന്ത്രങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഏറ്റവും കുറവ് വോട്ട് ശതമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ ഒരു ആശങ്ക, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പാലക്കാട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എല്ലാ മുന്നണികളും മാറുകയാണ്, അല്ലേ ശ്രീത്ത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അശ്വതി. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല. ഇത്രയധികം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടും ജനങ്ങൾ അങ്ങോട്ട് അതിലേക്ക് വീഴുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചേലക്കര മാറ്റി നിർത്താം, അതിനപ്പുറത്തേക്ക് വയനാട് എന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഏറ്റവും ആദ്യ തെരഞ്ഞെടുപ്പിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ രാഹുൽ ഗാന്ധി പലതവണ വന്ന് പ്രചരണത്തിനെത്തിയ തെരഞ്ഞെടുപ്പ്, സോണിയാഗാന്ധി എത്തിയ തെരഞ്ഞെടുപ്പ്, മല്ലികാർജുൻ ഖാർഗെ എത്തിയ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം ഇത്രത്തോളം താഴേക്ക് പോയി എന്നുള്ള ഒരാശങ്ക UDFനുണ്ട്. പക്ഷെ UDF അത് പ്രകടിപ്പിക്കുന്നില്ല. പകരം CPM വോട്ടുകളാണ്, CPI മത്സരിച്ചുകൊണ്ട് CPM ആളുകൾ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, BJP കേന്ദ്രങ്ങളും വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്തായാലും ആ ഒരു ആശങ്ക UDFനെ സംബന്ധിച്ചുണ്ട്. അത് പാലക്കാടും ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ട്. CPM-നെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ പരമാവധി ചെയ്യിച്ചു എന്നുള്ളതാണ് CPM-ഉം BJP ഒക്കെ വയനാടിന്റെ കാര്യത്തിലും ചേലക്കരയുടെ കാര്യത്തിലൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിലായി പലയിടത്തും, ഇപ്പോൾ പുതുപ്പള്ളിയിലും ആദ്യ തെരഞ്ഞെടുപ്പിൽ 80% പോളിംഗ് ഉണ്ടായിരുന്നിടത്ത് പിന്നീട് 72ലേക്ക് കുറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. അന്നും പല ചർച്ചകളും ഇങ്ങനെ നടന്നതാണ്, നമുക്ക് ഓർമ്മയുള്ളതാണ്. ഈ പലരും വിദ്യാർത്ഥികളൊക്കെ വിദേശത്തേക്ക് പോയി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ന്യായങ്ങളായിരുന്നു. എന്തായാലും അവിടെ പക്ഷേ UDFനാണ് അത് ബാധിക്കുക എന്ന് LDF പറഞ്ഞിരുന്നെങ്കിലും UDFനെ അങ്ങനെ അത് ബാധിച്ചില്ല, വലിയ രീതിയിൽ ഭൂരിപക്ഷം വന്നിരുന്നു. എന്തായാലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം അത് 2019 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് മുകളിലെത്തുമെന്നൊക്കെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത്. എന്തായാലും അത്രത്തോളം എത്തിയില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അത്രയെങ്കിലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്തിയില്ല എങ്കിൽ അത്
സംസ്ഥാന കോൺഗ്രസിന് തന്നെ ഒരു നാണക്കേടായി ഫലത്തിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്ര വലിയ പ്രിയങ്ക എത്രയോ ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയൊരു മണ്ഡലമാണ് വയനാട്. അവിടെ അത്രത്തോളം എത്തിയില്ല എങ്കിൽ അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ച് നേരത്തെ ശ്രീജിത്ത് ഒന്ന് പറഞ്ഞു പോയി. എങ്കിൽ പോലും ഏറ്റവും അധികം ആളുകൾ എത്തുന്ന സ്ഥലം, അവിടേക്ക് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണ് കണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ദിവസങ്ങൾ കൂടിയാണ് കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് അവിടെയുള്ളൊരു പ്രചാരണം, ഏത് രീതിയിലാണ് നടക്കുന്നത്? ഇന്നലെ രഥം വലിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ, 3 സ്ഥാനാർത്ഥികളും ആ പാർട്ടിയുടെ നേതാക്കളും കെ സുരേന്ദ്രനും വി കെ ശ്രീകണ്ഠൻ എംപിയും ഒക്കെ അതിൽ പങ്കാളികളായത്. കുമ്മൻ രാജശേഖരനെ പോലുള്ള BJP നേതാക്കളുണ്ടായിരുന്നു. അങ്ങനെ പല നേതാക്കളുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ഇന്നലെ കൽപ്പാത്തിയിൽ എത്തിയിരുന്നു. അങ്ങനെ ഏതാണ്ട് എല്ലാവരും അങ്ങനെ കൽപ്പാത്തി കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇന്ന് 2ാം ദിവസമാണ്. നാളെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. നാളെയും അവിടെ ഉണ്ടാകും. ഇന്നും ഇടയ്ക്ക് കൽപ്പാത്തിയിൽ പോയി മടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത്. അതിനും അപ്പുറത്തേക്ക് ഈ ഇന്നത്തെ ഷെഡ്യൂൾ കണ്ടാൽ, ഇപ്പോൾ UDFന്റെയും ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഷെഡ്യൂൾ കണ്ടാൽ കൂടുതൽ, ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നൂറണിയിലേക്കാണ് BJP സ്ഥാനാർത്ഥി എത്തുക. രാവിലെ 8 മണിയോടുകൂടി ഒലവക്കോട് ഈ CPMന്റെ സ്ഥാനാർത്ഥി എത്തും. പിരായിരിയിൽ രാഹുൽ തുടങ്ങും. അങ്ങനെ അവർ മറ്റിടത്ത് തുടങ്ങുകയാണ്. കാരണം ഈ കൽപ്പാത്തിയിലേക്ക് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ വന്ന് വലിയൊരു തിരക്കായി അവിടെ മാറും. അപ്പൊ അവിടെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് തേടിയാൽ ഇവിടുത്തെ വോട്ടർമാർ പോലും ആയിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നും നാളെയൊക്കെ വരിക. പക്ഷെ നാളെയൊക്കെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുള്ളതുകൊണ്ട് ആ ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ കാര്യമായി വോട്ട് പിടിക്കാൻ നിന്നു കഴിഞ്ഞാൽ സമയം പോകും എന്നല്ലാതെ മറ്റ് പ്രയോജനം. കാരണം അവിടുത്തെ വോട്ടർമാരല്ല കൂടുതലും നാളെയൊക്കെയും തടിച്ചു കൂടുക. ഏറ്റവും വലിയ ജനക്കൂട്ടമായിരിക്കും. അവിടെ നിന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ജനക്കൂട്ടമായിരിക്കും. അതിനിടയ്ക്ക് വോട്ട് പിടിക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല. പക്ഷേ ഈ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കായിരിക്കും അവരുടെ പ്രചരണ രീതികൾ നാളെയും ഉണ്ടാകുക. ശരി, എന്തായാലും നമ്മൾ ഇന്ന് EP ജയരാജന്റെ ആ പൊതുസമ്മേളനം അത് ഉറ്റുനോക്കുകയാണ്. എന്താകും ഇന്ന് സരിനെ കുറിച്ച് EP പറയുക എന്നുള്ളതാണ്. എന്തായാലും G ശ്രീജിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണമെന്നാണ് AP അനിൽകുമാർ MLA പറയുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. LDFന്റെയും NDAയുടെയും വോട്ടുകളാണ് മുഴുവനും പോൾ ചെയ്യാത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറഞ്ഞതല്ല പോളിംഗ് ശതമാനത്തെ ബാധിച്ചതെന്നും അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വയനാട് പ്രതീക്ഷിച്ചത്ര പോളിംഗ് ഉയരാത്തതാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആശങ്കയിലാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് 5 ലക്ഷമെന്ന സ്വപ്ന ഭൂരിപക്ഷമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് UDF ക്യാമ്പിനെ കുറച്ചൊന്ന് നിരാശയിലാക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് AP അനിൽകുമാർ MLA ആണ്. ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവ് തന്നെയാണ് വലിയൊരു ചർച്ചയാവുന്നത്. എങ്ങനെ കാണുന്നത്? പോളിംഗ് ശതമാനത്തിലെ കുറവ് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തെ ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതൊക്കെ ഘടകങ്ങളാണ് അങ്ങനെ ഈ സാഹചര്യത്തിലാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് ചിന്തിക്കുന്നേയില്ല. നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അത് തർക്കമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു 6% വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, ഏതെല്ലാം ഘടകങ്ങളാണ് ഈ കുറവിനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ള പ്രത്യേകം പരിശോധിക്കണം. ഇതിൽ പല കാര്യങ്ങളും ഇപ്പോഴും തന്നെ ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നത്, ഒന്ന്, എന്തായാലും വിജയം ഉറപ്പിച്ച ഒരു മണ്ഡലം, അവിടെ അത്തരത്തിലൊരു മത്സരം നടന്നു എന്ന തരത്തിലുള്ള ഒരു ഇവാലുവേഷൻ. 2, ക്രിസ്ത്യൻ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയോ എന്നൊരു ചോദ്യം. 3, പ്രവാസി വോട്ടുകളും കേരളത്തിന് പുറത്തുള്ളവർ വോട്ട് ചെയ്യാതെ വന്നോ എന്നുള്ളൊരു കാര്യം. ഈ 3 ഘടകങ്ങൾ എങ്ങനെ കാണാം? ഞാൻ പറഞ്ഞത് ഇത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അതിനകത്ത് ക്രിസ്ത്യൻ വോട്ടുകളുടെ ചോർച്ച എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ വൈസ് ക്രിസ്ത്യൻ വോട്ടുകളുടെ പോപ്പുലേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും കുറഞ്ഞു. എനിക്കും 5-6% വോട്ട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറയേണ്ട കാര്യമില്ല. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ പോയതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത് എന്ന് പറയാൻ കഴിയില്ല. അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ക്യാമ്പുകളിൽ വേണ്ടത്ര ആവേശം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ക്യാമ്പുകളിൽ
പല സ്ഥലത്തും പോളിംഗ് വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BJP ഇവിടെ പ്രസക്തമായൊരു പാർട്ടിയല്ല. 10%, 12% അവർക്ക് ലഭിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതുപോലും ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നേക്കാം. കാരണം അവരുടെ കേന്ദ്രങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പല ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു പോളിംഗിലെ ശതമാനക്കുറവുണ്ടായിട്ടുള്ളത്. അതെന്തായാലും അത് പ്രത്യേകം പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. 5 ലക്ഷം എന്ന വലിയൊരു ഭൂരിപക്ഷമായിരുന്നു പ്രചരണ സമയത്ത് UDF തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് എത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. എത്രയാണ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും. അതിനകത്ത് ഈ പോളിംഗ് പെർസെൻറ്റേജ് അത് ബാധിക്കുന്നൊരു പ്രശ്നമല്ല. നല്ല വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മാത്രമല്ല, പൊതുവെ ഞങ്ങൾ എല്ലാ ഭാഗത്തും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ UDF കേന്ദ്രങ്ങളിൽ പരമാവധി ചെയ്യേണ്ട വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വെക്കേഷൻ സമയം അല്ലാത്തതുകൊണ്ട് കുട്ടികൾ പലരും പുറത്ത് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് നൂറുകണക്കിന് വോട്ടുകൾ അതുപോലെ ബാംഗ്ലൂർ, മൈസൂർ, തിരുവനന്തപുരത്ത്, എറണാകുളത്തൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ വരാനും വന്ന് വോട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. പലയിടത്തും എക്സാം നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാസി വോട്ടുകളുടെ കാര്യത്തിലും അതുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചില ഘടകങ്ങളുണ്ടായി. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള കുറവ് വന്നിട്ടുള്ളത്. ഉറപ്പിച്ച സ്ഥലത്ത് UDFന്റെ ഭാഗത്തൊരു നിസ്സംഗത അനുഭാവികളുടെ ഭാഗത്തുണ്ടെന്ന് കരുതാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം വളരെ സജീവമായിരുന്നു. 2024 പൊതുതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ. വളരെ ആവേശകരമായിട്ടാണ് വർക്കേഴ്സ് ഫീൽഡിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരാശങ്ക ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആ സന്ദർഭത്തിൽ തോന്നിയിട്ടില്ല. വിശദമായിട്ട് തന്നെ ഇത് UDF പഠിക്കും ഇവർ തീർച്ചയായിട്ടും. അതായത് കേരളം പോലുള്ള സംസ്ഥാനത്ത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് കുറയുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് രാഷ്ട്രീയമായി വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ കാണുന്ന ഒരു സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം കുറയുക എന്ന് പറയുന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കും. അതിന് അവസാന കണക്ക് വരുന്നേ ഉള്ളൂ. എത്ര ശതമാനം ഓരോ നിയോജകമണ്ഡലത്തിലും കുറഞ്ഞു, ഏതേത് പ്രദേശങ്ങളിലാണ് കുറഞ്ഞത്, അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷമേ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് ശതമാനം എങ്ങനെ കുറഞ്ഞു എന്നതിനെക്കുറിച്ച് പഠിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി നേടും എന്നും UDF പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും വിലയിരുത്തലുമാണ് നമ്മോട് പങ്കുവച്ചത്. അഖിലൂട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ശരി, അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, നമ്മൾ ഒരുപാട് വലിയ പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ച മണ്ഡലമാണ് വയനാട്. പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും, മണ്ഡല രൂപീകരണത്തിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് വോട്ട് ശതമാനം കുറഞ്ഞത് എന്നുള്ള, പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറയുമ്പോഴും പ്രതീക്ഷയ്ക്കൊട്ടും കുറവില്ല. AP അനിൽകുമാറിനും മറ്റു മുന്നണികൾക്കും ഇത് തങ്ങളുടെ വോട്ടല്ല കുറഞ്ഞത്, തങ്ങളുടെ വോട്ടിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. എന്താണ് ചർച്ചകൾ, ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? അശ്വതി, ഗുഡ് മോർണിംഗ്. മണ്ഡലത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് തന്നെയാണ് വയനാട് രേഖപ്പെടുത്തിയത്, 64.72. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 70% താഴേക്ക് പോളിംഗ് വരുമെന്ന് ഒരു മുന്നണിയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിന്റെ കാരണമായിട്ട് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് നമ്മൾ UDFന്റെ അവകാശവാദങ്ങൾ വലിയ തോതിൽ ചർച്ചയായ മണ്ഡലത്തിൽ UDFന്റെ ഇതിൽ വിശദീകരണമാണ് ആദ്യം പങ്കുവയ്ക്കുന്നത്. 2019-ലും 2024-ലും ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായത്. 2019-ൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിക്ക് എല്ലാവരും കൂടുതലായിട്ട് വന്ന് വോട്ട് ചെയ്തത്. 2024 ആകട്ടെ കേന്ദ്രത്തിൽ ആര് വരും എന്നറിയാത്ത ഒരു സാഹചര്യം, അത്തരത്തിൽ വലിയ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു 2024-ലെ പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് കുറെ കൂടി UDFന്റെ അനുകൂലമായി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അനുകൂലമായി വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതായത് കേന്ദ്രത്തിൽ NDA ഭരിക്കുന്നു. അവിടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നിരയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2019-ലും 2024-ലും വോട്ട് ചെയ്യാൻ കാണിച്ച ഒരു മത്സരബുദ്ധിയും ആവേശവും വോട്ടർമാരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് UDFന്റെ ഭാഗത്തും പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ കുറവ്. അതായത് എന്താണെങ്കിലും ജയിക്കും,
ജയിച്ചാലും പോകുന്നത് പ്രതിപക്ഷ നിരയിലേക്കാണ്. അപ്പോൾ പിന്നെ അത്ര ബുദ്ധിമുട്ടിയൊന്നും ചെന്ന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന തരത്തിലൊരു വിലയിരുത്തൽ സാധാരണക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പ്രാഥമികമായിട്ട് കരുതുവാൻ. രണ്ടാമതായിട്ട് നേരത്തെ ഈ മണ്ഡലത്തിൽ ഈ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ദിവസം പ്രവാസികളാകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരാകട്ടെ അവരൊക്കെ മണ്ഡലത്തിൽ എത്തി ക്യാമ്പ് ചെയ്ത് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ. ഉപതെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കുറെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് വിലയിരുത്തുന്നത് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ LDF-ന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ആനിരാജയും കെ സുരേന്ദ്രനും അവർക്ക് വേണ്ടി മറുവശത്ത് അതായത് NDAയും LDF-ഉം ശക്തമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. ഇത് ഒരു വലിയൊരു മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുകയും അത്തരത്തിൽ വലിയ ഒരു പ്രചരണം നടത്തി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത വോട്ടർമാർ UDF അനുഭാവികൾ വോട്ടർമാരിൽ കൂടുതൽ ഈ ഒരു മത്സരത്തിന്റെ സാഹചര്യം തീർത്തു എന്നും വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതായത് LDF ആണെങ്കിലും NDA ആണെങ്കിലും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നടത്തിയ പോലെയുള്ള ഒരു പ്രചാരണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് നോക്കുമ്പോൾ ആളുകൾക്ക് ഭാഗത്തുനിന്നും പോളിംഗ് ബൂത്തിലെത്താൻ ഒരു നിസ്സംഗത ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് പ്രാഥമികമായിട്ട് UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മറുവശത്താകട്ടെ LDF അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്ന തങ്ങളുടെ പ്രചാരണം ജനങ്ങൾക്കിടയിൽ ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. NDA ആകട്ടെ വഖഫ് വിഷയങ്ങളിൽ അടക്കം അവർ സ്വീകരിച്ച നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെയും വിലയിരുത്തലുള്ളത്. എന്തുതന്നെയാണെങ്കിലും UDF-നെ സംബന്ധിച്ച് 5 ലക്ഷം എന്ന വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും രാഹുൽ ഗാന്ധി 2024 നേടിയതിനേക്കാൾ വോട്ട് നേടിക്കൊണ്ട് പ്രിയങ്ക പാർലമെന്റിൽ എത്തുമെന്ന് കണക്കുകൂട്ടലുണ്ട്. പോൾ ചെയ്തതിന്റെ 70% വോട്ടുകളെങ്കിലും UDF-ന് അനുകൂലമായിട്ട് വരുമെന്നൊരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. അതാണ് വയനാട്ടിലെ സാഹചര്യം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ചേലക്കരയിലേക്ക് പോകാം. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ LDF-ഉം UDF-ഉം ഒക്കെ ഒരുപോലെ ആത്മവിശ്വാസത്തിലാണുള്ളത്. മണ്ഡലം നിലനിർത്തുമെന്നും ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും ആവർത്തിക്കുകയാണ് LDF. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും മണ്ഡലം പിടിക്കാനാകുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. വോട്ട് വിഹിതം ഉയർത്തുമെന്ന് BJP-യും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും MG മിഥുനാണ് വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്നും ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. വോട്ടിന് മുൻപുള്ള ചേലക്കരയും വോട്ടിന് ശേഷമുള്ള ചേലക്കരയും എന്താണ് മിഥുന് ഫീൽ ചെയ്യുന്നത്? ഒപ്പം കുട്ടിക്കിഴി കണക്കുകൂട്ടലുകളും അതൊക്കെ തുടങ്ങിയ മുന്നണികൾ. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്ക് നേരത്തെയൊക്കെ ഒരു കാര്യം പറയാൻ പറ്റുമായിരുന്നു, അതായത് ആർക്കാണ് ഒരു മേൽക്കൈ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ചേലക്കരയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തന്നെ ഒരു നേരിയ മേൽക്കൈ അത് LDF-ന് തന്നെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ രാവിലെ മുതൽ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ മുഖം നമ്മൾ കണ്ടതാണ്. ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരാളെ പോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ വൈകിട്ട് പോളിംഗ് പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ ആ ട്രെൻഡ് മനസ്സിലായതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരുന്നു. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയില്ല എങ്കിൽ പോലും തന്നെ വിജയിക്കാനാകും, ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, LDF-നെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഈ ചേലക്കര എന്ന് പറയുന്ന അവരുടെ ഒരു ചെങ്കോട്ടയാണ്. അത് കൈവിട്ടു പോയാൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് UR പ്രദീപ് അല്ല, CPM ആണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാണ്, ഇടതുമുന്നണിയാണ്. അവർ കൃത്യമായി ഈ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളി വീഴുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും. ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെന്ത് മറുപടി പറയുന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് അവർ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഇടതുമുന്നണി ചേലക്കരയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. 27 ദിവസം നീണ്ടുനിന്ന ആ ഒരു പ്രചരണ വേളയിൽ ആദ്യഘട്ടം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഇങ്ങോട്ടൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്തിയാണ് സജീവമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. എല്ലാ കാലത്തും നിലകൊള്ളുന്ന വോട്ടുകൾ ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമായി പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. കൂടാതെ തന്നെ ഈ ഒരു രമ്യ ജയിക്കും എന്നുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണം മണ്ഡലത്തിൽ സജീവമായി നടത്തിയിരുന്നു UDF. അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ കൂടുതൽ ആൾക്കാരെ, അതായത് വണ്ടികളിലുമൊക്കെ പോയി പ്രായമായിട്ട് വീട്ടിൽ കിടക്കുന്ന ആളുകളെയൊക്കെ തന്നെ വാഹനങ്ങളിലൊക്കെ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു CPM പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചെയ്തത്. അതായത് ഒരു വോട്ടുകൾ പോലും പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തുകയും ചെയ്തത്. അതായത് UDF-ഉം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് നേടാനായില്ല എങ്കിൽ പോലും തന്നെ ഇത്തവണ മണ്ഡലം
കൈപിടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നേതാക്കൾ പറയുന്നു. അതിന് ചില കണക്കുകൾ കൂടി അവർ പറയുന്നു. അതായത് വള്ളത്തോൾ നഗർ, വരവൂർ, ഒപ്പം തന്നെ ദേശമംഗലം, ഈ 3 പഞ്ചായത്തുകളിൽ കൃത്യമായ രീതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാകും. അവിടെ നിന്ന് വോട്ടുകൾ കൂടുതൽ UDF അനുകൂലമായി ലഭിക്കും. അതേസമയം തിരുവില്ലാമല, പഴയന്നൂർ, ഒപ്പം തന്നെ കൊണ്ടാഴി, ഈ 3 പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ലഭിച്ച അതേ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് ലഭ്യമാകും. അതിൽ കൂടുതൽ ലഭിച്ചാലും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ്. സ്ത്രീ വോട്ടർമാരിൽ ഇത്തവണ ഒരു ഓളം ഉണ്ടാക്കാൻ രമ്യ ഹരിദാസിനെ കൊണ്ട് സാധിച്ചു എന്നുള്ള ഒരു കണക്കുകൂട്ടൽ UDF-നുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും അവർ കരുതുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ പിടിച്ചടക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതേസമയം NDയുടെ ഒരു കാര്യം കൂടി നോക്കുമ്പോൾ കെ ബാലകൃഷ്ണൻ ഇത്തവണ കഴിഞ്ഞ 2021 ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ സമാഹരിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. എന്തായാലും അത് ആരുടെ വോട്ടിൽ നിന്നാണ് പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ചെങ്കോട്ട കാക്കുമോ LDF, അതോ കൈപിടിച്ച് 96-ലെ കണക്ക് തീർക്കുമോ രമ്യ ഹരിദാസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടപ്പാക്കുമോ BJP എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണണം. അശ്വതി. ശരി മിഥുൻ. ഇന്നലത്തെ വാർത്തയുടെ ഏറ്റവും തുടർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ആത്മകഥാ വിവാദത്തിൽ തന്നെയാണ്. EP ജയരാജൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുക സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷമാകും. കഴിഞ്ഞ ദിവസം DGPക്ക് ജയരാജന്റെ പരാതി ലഭിച്ചെങ്കിലും കേസെടുത്തിട്ടില്ല. DC ബുക്സിന്റേതായാണ് ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തുവന്നത്. എന്നാൽ പരാതിയിൽ DC ബുക്സിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് ജയരാജന്റെ വാദം. പരാതി കിട്ടിയെങ്കിലും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം. അതിൽ സർക്കാരിന്റെ നിലപാടറിഞ്ഞ ശേഷമാകും കേസെടുക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് EP ജയരാജൻ സരിന് വോട്ട് പിടിക്കാനായി പാലക്കാട്ടേക്ക് എത്തുന്നു. അതിൽ അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ ആത്മകഥാ വിവാദത്തിൽ വലിയ സംശയങ്ങൾ പൊതുജനങ്ങൾക്കുമുണ്ട്. താനല്ല ഈ ഭാഗങ്ങൾ എഴുതിയത്, തന്റെ പുസ്തകം ഇങ്ങനെ അല്ല എന്നൊക്കെ ജയരാജൻ ആവർത്തിക്കുമ്പോൾ ഈ പരാതി കൊടുത്തത് DC ബുക്സിനെതിരെ അല്ല എന്നുള്ളതും ഒരു കൗതുകമുള്ള കാര്യമാണല്ലോ. പിന്നെ ആർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? ശരി, ഇന്നലെ രാവിലെ പറയാത്ത ചില കാര്യങ്ങളാണ് വൈകുന്നേരം EP ജയരാജൻ വെളിപ്പെടുത്തിയത്. എങ്ങനെയാണ് താൻ എഴുതാത്ത കാര്യങ്ങൾ പുറത്തു പോവുകയും അതിങ്ങനെ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തത് എന്നൊരു ചോദ്യമാണ് ജയരാജൻ ഇന്നലെ രാവിലെ ചോദിച്ചത്. എന്നാൽ വൈകിട്ടത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് താൻ എഴുതിയ കുറച്ച് പേജുകൾ ഒരു മാധ്യമ പ്രവർത്തകന് അതിന്റെ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ചിരുന്നു. അത് പരിചയമുള്ള ആളാണ്. ആ വഴി പുറത്തു പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നതാണ്. അതായത് ജയരാജൻ മെല്ലെ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മുഴക്കം അറിയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. രാവിലെ അതിശക്തമായി നിന്ന ജയരാജൻ തനിക്ക് ഇതേക്കുറിച്ച് അറിയില്ല, എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല, ഇപ്പോഴും തന്റെ വീട്ടിനുള്ളിലാണ് താൻ എഴുതുന്ന ആത്മകഥ ഇരിക്കുന്നത്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ജയരാജൻ വൈകുന്നേരം ഈ കുറെ പേജുകൾ ഒരാൾക്ക് കൈമാറിയിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുന്നു. മാത്രമല്ല DGPക്ക് ഇമെയിലായി നൽകിയ പരാതിയിൽ DC ബുക്സ് എന്നൊരു പ്രയോഗം പോലുമില്ല. ചില മാധ്യമങ്ങളുടെ പേര് മാത്രമാണുള്ളത്. ഈ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വാർത്ത വന്നു, അത് ഞെട്ടലുണ്ടാക്കി. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം. അപ്പൊ അതുപോലെ ജയരാജൻ എടുക്കുന്ന ഒരു നിലപാട് ആ നിലയ്ക്ക് തന്നെയാണ് ഇത് കാണേണ്ടത്. എന്നാൽ ഇത് വിവാദമായതോടെ DC ബുക്സിന്റെ പേര് പറയാതെ പരാതി നൽകി എന്ന കാര്യങ്ങൾ പുറത്തു വന്നതോടെ അദ്ദേഹം വക്കീൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. ഇത് നിർവ്യാജം അത് ഏറ്റുപറഞ്ഞ് ഇത് പിൻവലിക്കണം, കാര്യങ്ങൾ തുറന്നു പറയണം എന്ന കാര്യമാണ് DC ബുക്സിന് വക്കീൽ നോട്ടീസായി അയച്ചിട്ടുള്ളത്. അതൊരു സ്വകാര്യമായി അയച്ചിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോലീസിന് നൽകിയ പരാതിയിൽ എന്തുകൊണ്ട് ഇക്കാര്യം പറയുന്നില്ല എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. സർക്കാരിന്റെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും ഇതിൽ FIR ഇട്ട് അന്വേഷിക്കണമോ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസും തീരുമാനിക്കുക. ഇന്നിപ്പോൾ സരിന് വേണ്ടി ജയരാജനെ പ്രചരണത്തിന് എത്തുന്നുണ്ട്. സ്വാഭാവികമായും ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. പാർട്ടി അനുഭാവികൾക്കിടയിൽ ഉൾപ്പെടെ വലിയ ആശയക്കുഴപ്പമുണ്ട്. ആദ്യമായ എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്ത് ജയരാജൻ വിവാദത്തിന്റെ കേന്ദ്രമാകുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ, അതായത് തൊട്ട് മുൻപ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിലാണ്. അന്ന് പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ടിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തി അന്നത്തെ കോലാഹലം ആ ദിവസം മുഴുവൻ ജയരാജനിലേക്ക് വാർത്തകൾ കേന്ദ്രീകരിക്കുന്ന, വിവാദം കേന്ദ്രീകരിക്കുന്ന. അതാണ് വിനോദ, അതിൽ നിന്നൊരു വ്യത്യാസമുള്ളത് പാർട്ടി ജയരാജനെ കൈവിടുന്നില്ല, ഈ വിഷയത്തിൽ ജയരാജനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാണല്ലോ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ പറഞ്ഞതല്ലേ?
ജയരാജനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെയും ക്ലാരിറ്റി വരുത്തേണ്ടത് ജയരാജനാണ്. എങ്ങനെയാണ് രണ്ട് സ്ഥാപനങ്ങളുമായി പ്രസിദ്ധീകരണത്തിന് കരാർ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു, പക്ഷെ ഇത് പുറത്തുപോയത് അറിയില്ല എന്ന് പറയുന്ന ജയരാജൻ വൈകിട്ട് ചില പേജുകൾ 100 പേജുകൾ താനിങ്ങനെ മറ്റൊരാൾക്ക് നൽകിയിരുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. പാർട്ടി സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ജയരാജനെ തള്ളിക്കൊണ്ടുള്ള നിലയിലേക്ക് പോയാൽ അത് വലിയ വിവാദത്തിലേക്കും ചർച്ചകൾ പൂർണ്ണമായും ആ നിലയ്ക്ക് മാറുകയും ചെയ്യും. പക്ഷേ നമുക്കറിയാം, ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ജയരാജൻ, പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമായ ജയരാജൻ, ഇങ്ങനെ ജയരാജൻ പലപ്പോഴും വിവാദങ്ങളിൽ പെടുമ്പോൾ ആദ്യം അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ഒടുവിൽ ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം, തന്റെ മകന്റെ കുഞ്ഞിന്റെ പിറന്നാളിന് ബെല്ലാൽ നന്ദകുമാറിനൊപ്പം ഒരാൾ വീട്ടിലേക്ക് കയറി വരികയാണ്, മകന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ തനിക്ക് ആദ്യം ആളിനെ മനസ്സിലാകുന്നില്ല, BJP നേതാവാണെന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന ഒരാളാണ്, നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി എന്നൊരു വിശദീകരണമാണ്. വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലായിരുന്നു ജയരാജന്റെ വിശദീകരണം. പക്ഷെ പിന്നെ എന്തുണ്ടായി എന്നത് കേരളം കണ്ടതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജന്റെ ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് അദ്ദേഹം ഉൾപ്പെട്ട ഘടകത്തിൽ പോലും ചർച്ച ചെയ്യാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി വരുന്നതാണ് പിന്നീട് കണ്ടത്. അതായത് ജയരാജൻ എല്ലാം ലാഘവത്തോടെ പറയുമ്പോൾ അങ്ങനെയല്ല, പിന്നീട് അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോഴും ചെന്നു നിൽക്കുന്നത്. കാരണം 2ാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം മോശമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സർക്കാരിന്റെ അത്ര പ്രവർത്തനം പോരാ എന്ന് പറയുന്നു, സരിൻ വയ്യാവേലിയാണെന്ന് പറയുന്നു. ആ തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ജയരാജന്റേതായി പുറത്തു വരുമ്പോൾ, അതല്ല എന്ന് ജയരാജൻ പറയുമ്പോൾ, ഈ ഘട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 20-ന് നടക്കുന്നേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നത് CPM-ന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഏതായിരുന്നാലും ജയരാജൻ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിക്കണം. അദ്ദേഹം കൈകഴുകുകയാണ്, തനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും DC ബുക്സിനെ പോലെ ഒരു പ്രസാധക കേന്ദ്രം, ഏറ്റവും ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രസാധകർ, അവർ എന്തിന് ഇങ്ങനെ വ്യാജമായി കാര്യങ്ങൾ പുറത്തുവിടണമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതാണ്, ഇത്തരം ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ EP ജയരാജന്റെ ആത്മകഥ ഒരു അടഞ്ഞ അധ്യായമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റായിരുന്ന PP ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K രത്നകുമാരിയെയാണ് LDF മത്സരിപ്പിക്കുന്നത്. പരിയാരം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് രത്നകുമാരി. UDF സ്ഥാനാർത്ഥിയായി ലിസി ജോസഫ് മത്സരിക്കാനാണ് സാധ്യത. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ വരണാധികാരിയായ കളക്ടറുടെ സാന്നിധ്യത്തിലാകും സത്യപ്രതിജ്ഞ നടക്കുക. ജില്ലാ പഞ്ചായത്തിലെ 24-അംഗ ഭരണസമിതിയിൽ 17 പേർ LDF-ഉം 7 പേർ UDF-ഉമാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ PP ദിവ്യ പങ്കെടുത്തേക്കില്ല. അതേസമയം ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് മലയാലപ്പുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തുക. ശശി നാരായണൻ ചേരുന്നു. ശശി, എപ്പോഴാണ് മൊഴിയെടുക്കുക? എന്തൊക്കെയാണ് അവർ? ഇന്ന് ഒരു 11 മണിയോടെ കൂടി അന്വേഷണ സംഘം മലയാലപ്പുഴയിലെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ കുടുംബം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം എത്തുന്നത്. ആദ്യഘട്ടത്തിൽ മരണസമയത്താണ് അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തി മഞ്ജുഷയുടെ മാത്രം മൊഴിയെടുക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്ത്. ഇതിനിടയിലാണ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്തത്. അതോടുകൂടിയാണ് കുടുംബം കടുത്ത വിമർശനം അന്വേഷണ സംഘത്തിനെതിരെ ഉയർത്തിയത്. കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം ഇന്നും മലയാലപ്പുഴയിലെ വീട്ടിലെത്തി മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊഴിയെടുക്കുമെന്ന് അറിയുന്നത്. 11 മണിയോടെ കൂടി എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി, ശരി. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
കുട്ടനാട്ടിലെ CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPM അംഗങ്ങൾ പാർട്ടി വിട്ടു. CPI-ൽ ചേർന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം 297 പേരാണ് കുട്ടനാട്ടിൽ CPM ബന്ധം ഉപേക്ഷിച്ച് CPI-ൽ ചേർന്നത്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലതവണ CPM നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും ഗുണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ സമ്മേളന കാലത്ത് തുടങ്ങിയ വിഭാഗീയ നീക്കങ്ങൾ ഈ സമ്മേളന കാലയളവിലും CPM-നുള്ളിൽ കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏരിയ നേതൃത്വവുമായി കലഹിച്ച് പ്രവർത്തകർ പാർട്ടി വിട്ടപ്പോഴെല്ലാം സജി ചെറിയാനും R നാസറും ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചത്. കുട്ടനാട്ടിൽ കൊഴിഞ്ഞുപോക്ക് കൂടിയതല്ലാതെ ചർച്ചകളൊന്നും തന്നെ ഫലം കാണുന്നില്ല. നേരിന്റെ പാതയിലേക്ക് കടന്നുവന്ന സഖാക്കൾക്ക് സ്വാഗതമെന്നായിരുന്നു CPI വിട്ടുവന്ന പ്രവർത്തകർക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിലെ ബാനറിലെ വാചകം. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് തന്നെ മെമ്പർഷിപ്പ് നൽകി. LC അംഗവും വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഓമന പൊന്നപ്പൻ, CPM-ൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട മുൻ LC അംഗം AJ കുഞ്ഞുമോൻ, SFI മുൻ ഏരിയ സെക്രട്ടറിയും DYFI നേതാവുമായ മനു മോഹൻ എന്നിവരുൾപ്പെടെ 18 പാർട്ടി മെമ്പർമാരാണ് CPM വിട്ടത്. മുൻ CPM നേതാവും രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന R രാജേന്ദ്രകുമാറാണ് നീക്കത്തിന് പിന്നിൽ. കുട്ടനാട്ടിലെ വിവിധ പാർട്ടികളിൽ നിന്നും 25ഓളം പേരിന്ന് CPI-ൽ ചേരുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയും ഒരു 25ഓളം പേര് പാർട്ടിയിൽ ചേരണം എന്ന ആവശ്യം ഉന്നയിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് അവരെ കൂടെ പാർട്ടി അംഗത്വം കൊടുത്ത് സ്വീകരിക്കും. CPM-ൽ നിന്ന് പുറത്താക്കിയതോടെ രാജേന്ദ്രകുമാർ 6 മാസങ്ങൾക്ക് മുമ്പാണ് CPI-ൽ ചേർന്നത്. നിലവിൽ CPI കുട്ടനാട് മണ്ഡലം സെക്രട്ടറിയാണ് രാജേന്ദ്രകുമാർ. പാർട്ടി മെമ്പർമാരുടെ എണ്ണം കൂടിയതോടെ കുട്ടനാട്ടിലുണ്ടായിരുന്ന CPI മണ്ഡലം കമ്മിറ്റി 2 ആക്കി. CPM ശക്തി കേന്ദ്രത്തിൽ സമ്മേളന കാലയളവിലെ പാർട്ടി മെമ്പർമാരുടെ കൊഴിഞ്ഞുപോക്ക് വീണ്ടും നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഫോർട്ട് കൊച്ചിയിൽ തകർന്നു കിടന്ന ഓടയിൽ വീണ വിദേശ സഞ്ചാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന് ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ആഴ്ചയാണ് പുതുക്കി പണിയാനായി തുറന്നിട്ടിരുന്ന കാനയിൽ വീണ ഫ്രഞ്ച് പൌരന്റെ തുടയെല്ല് പൊട്ടിയത്. ഇന്ന് ശിശുദിനമാണ്. മാന്ത്രിക വിരലുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. ബലൂൺ ആർട്ടിലും ജാലവിദ്യയിലുമൊക്കെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി. അമ്മയുടെ പ്രചോദനവും സ്വന്തം കരവിരുതിലെ മാന്ത്രികതയും കൊണ്ട് ഈ 6ാം ക്ലാസ്സുകാരി സ്വന്തം പേരിൽ കുറിച്ച റെക്കോർഡുകളും നിരവധിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു വലിയ കുട്ടിത്താരമാണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ജാലവിദ്യകളിലൂടെ മലയാളികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് ജ്വാല. ഹലോ. ഹായ്. ജ്വാലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഈ മാജിക്ക് അതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? ഞാൻ ചെറുപ്പം തൊട്ട് അച്ഛൻ കണ്ട് ഞാൻ വളർന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്രേസ് വന്ന് ഞാൻ പഠിച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു നിലയിൽ. നമുക്ക് ആദ്യം തന്നെ ഒരു നല്ല മാജിക് കണ്ട് തുടങ്ങിയാലോ? എന്ത് മാജിക് കാണിക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്കിനി ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നമുക്ക് ചെറിയൊരു മാജിക് കാണാം എന്തായാലും. ഓക്കെ, ശരി. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇല്ല, എംപ്റ്റി ആണല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോ. ഓക്കെ, എന്നിട്ട് ഇതിന് ജസ്റ്റ് കഴിയുന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണം കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ണ് തുറന്നു. അടിപൊളി. ആദ്യം ഇതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പം എന്തോ വന്നേക്കുന്നത്? ഒരു ഗ്രീൻ സിൽക്ക് അല്ലേ? അപ്പം ഈ ചില്ലറക്കാരിയല്ല, 2.5 വയസ്സിൽ ഗ്ലോബൽ റെക്കോർഡിലൊക്കെ ഇടം പിടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതെ അതെ. അതെങ്ങനെയായിരുന്നു? അതെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് അമ്മ കണ്ട് ഇത് കണക്ക് തന്നെ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ബലൂൺ ചെയ്ത് പഠിച്ചതാണ്. അപ്പം ഒരു സമയമായപ്പം കയ്യിലത് എടുത്ത് ചെയ്ത് നോക്കി, സംഭവം സക്സസ് ആയി. അപ്പോൾ ഇങ്ങനെ GRRF എന്ന് പറഞ്ഞ ഇവർ എനിക്ക് യങ്ങസ്റ്റ് ബലൂൺ ആർട്ടിസ്റ്റിൻ്റെ ഒരു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അടുത്ത എന്ത് മാജിക്കാ? എല്ലാ കുട്ടികളും കളറിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? കളർ അടിക്കാത്ത ആരും ഉണ്ടാകത്തില്ല ഈ ലോകത്ത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കളറിംഗ് ബുക്കിൻ്റെ ഒരു ഇതാക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ലല്ലോ, എംപ്റ്റി ആണല്ലേ? നമുക്കിന്ന് ജസ്റ്റ് ചിത്രം വരയ്ക്കും. ഒരു ചിത്രം വരച്ചു, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വരച്ചോളൂ. ഓക്കെ,
ചിത്രം വരച്ചിട്ടുണ്ട്. ഇതിൽ എന്ത് ചിത്രം നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ വരച്ച ചിത്രം തന്നെ വരണമെന്നില്ല. എന്നാൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ചിത്രം ഇങ്ങനെയാണോ ഒരു ഭംഗിയില്ലല്ലേ, ഒരു എം ടി ആണിത്. നമുക്ക് ജസ്റ്റ് കളർ അടിക്കാം, ജസ്റ്റ് എന്തെങ്കിലും ഒരു കളർ അടിച്ചോളൂ, എന്ത് വേണമെങ്കിൽ അടിക്കാം, എങ്ങനെ വേണമെങ്കിൽ അടിക്കാം. അപ്പോ ഈ ഇപ്പൊ മാജിക് ഷോ ചെയ്യുന്നു, അപ്പം തന്നെ ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ അമ്മ വലിയൊരു സ്ട്രെങ്ത് അല്ലേ? അമ്മയാണ് എൻ്റെ ഒരു ഗുരു എന്ന് പറയുമ്പോൾ. അതെ, അപ്പൊ നമുക്ക് അമ്മേനെ കൂടി വിളിച്ചാലോ? അമ്മയും ചില്ലറക്കാരിയല്ല, ബലൂൺ ആർട്ടിസ്റ്റ് അല്ലേ? അപ്പൊ അമ്മയുടെ ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെറുതായിരിക്കുമ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മേനെ കൂടി വിളിക്കാം. ഓക്കെ. ജ്വാലേനെ പോലെ തന്നെ അമ്മേനെയും പ്രത്യേകിച്ച് ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബലൂൺ ആർട്ടിസ്റ്റ് ഷിജിന എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേച്ചി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെറുതായിരിക്കുമ്പോൾ ചേച്ചിയുടെ ഷോസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബലൂൺ ആർട്ടിസ്റ്റ് നമ്മൾ പൊതുവെ കണ്ടുവരാത്ത ഒരു മേഖലയാണല്ലോ, അതിലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കളർഫുള്ളായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു തോട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നീട് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത്, കാരണം എവിടെയും പോയി പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ല, കാരണം അറിയാമല്ലോ ബലൂൺ ആർട്ട് ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ ആ സമയത്ത് ഒരു ജയ മാം ഉണ്ടായിരുന്നു, ഷാഡോഗ്രാഫറാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നീടെല്ലാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നും കൂടി കണ്ടുപിടിക്കുക, അമ്മയാണോ മകളാണോ ഏറ്റവും? അങ്ങനെ കമ്പയർ ചെയ്യരുത്. ശ്രദ്ധിച്ചാൽ അവൾ പകുതി ചെയ്തു, അതിൻ്റെ ബാക്കി ഒരു പാർട്ട് അവളും ഒരു പാർട്ട് ഞാനുമായിട്ട് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കിയപ്പോഴാണ് ഒരു ഐറ്റം വന്നത്. നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ജ്വാലക്കുട്ടിയും അമ്മ ഷിജിനെയാണ് നമ്മുടെ ഒപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നത്. എനിക്കെന്തായാലും കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഓൾ ദി ബെസ്റ്റ്, വെരി ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം, സ്നേഹം നമ്മുടെ ഒപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. ഒരിടവേള എടുത്ത ശേഷം നമുക്ക് അതിഥികളിലേക്ക് എത്താം. സംസ്ഥാനത്ത് CPM രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നേതാക്കളുടെ വിവാദ നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല. EP ജയരാജനെ സംബന്ധിച്ചത് രണ്ടാമത്തെ സംഭവം. ഒപ്പം നേരത്തെ VS അച്യുതാനന്ദൻ്റെ അടക്കമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ EP ജയരാജൻ്റെ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലെ പരാമർശങ്ങളാണ് പാർട്ടിയെ വിട്ടിലാക്കാൻ പോകുന്നത്. ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം, ഇതാണ് തലക്കെട്ടുള്ള DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥ. ഈ ആത്മകഥയിലെ ചില പരാമർശങ്ങളാണ്. നമുക്കറിയാം EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം CPMൻ്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ പോവാൻ ഇടയായ കാര്യങ്ങളടക്കമുള്ള വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല, പാർട്ടി തൻ്റെ വാദങ്ങൾ കേൾക്കാതെ നടപടിയെടുത്തു. ഒപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ആദ്യ സർക്കാരിനൊപ്പം എത്താൻ കഴിയുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ തുടങ്ങി EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ട വലിയ വിമർശനങ്ങൾക്കെല്ലാം പിന്നിൽ അതിന് പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു വിനയും ഒപ്പം മാളവികയുമാണ് നമുക്കൊപ്പം ഇന്ന് രാവിലെ ചേരുന്നത്. സ്വാഗതം രണ്ടുപേർക്കും. ഗുഡ് മോർണിംഗ്. വിഷ്ണു, നാളെ സിനിമ റിലീസിനെത്തുകയാണ്. സംവിധായകൻ എന്ന നിലയിൽ ടെൻഷനുള്ള സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും, കാരണം ആദ്യത്തെ സിനിമയാണ്. അതെ, നമ്മൾ കുറെ നാള് കഷ്ടപ്പെട്ട് കഥ എഴുത്ത് മുതൽ ഒരുപാട് ഇൻവോൾവ് ആയി ചെയ്തൊരു സിനിമയാണ്. നാളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ടെൻഷൻ പ്രകടിപ്പിക്കാതെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ആ ടെൻഷനാണ്. ഈ ചിരിക്ക് പിന്നിൽ ടെൻഷൻ ഉണ്ടല്ലേ? തീർച്ചയായും തീർച്ചയായും. മാളവിക, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കാണുന്നത് നാളെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ? എന്താണ്, എക്സൈറ്റ്മെന്റിലാണോ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓഡിയൻസ് എങ്ങനെ എടുക്കുമെന്ന് കാണാനുള്ള ഒരു ഇതുണ്ട്.
ടെൻഷൻ എനിക്കില്ല, പക്ഷെ എക്സൈറ്റഡ്. എക്സൈറ്റഡ് ആണ്. രണ്ടുപേർക്കും രണ്ട് വികാരങ്ങളാണ്. അത് തന്നെ ആദ്യം നമുക്ക് കിട്ടി. വിഷ്ണു പറയൂ, സിനിമയെ കുറിച്ച് പറയൂ. ആനന്ദ് ശ്രീബാല എന്താണ്, പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആനന്ദ് ശ്രീബാല ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമ്മുടെ ടീസറിലും ട്രെയിലറിലും ഒക്കെ കണ്ടതുപോലെ തന്നെ അങ്ങനെ ഒരു സിനിമയാണ്. അതിനകത്ത് ഞങ്ങള് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതുമ എന്ന് പറയുന്നത് അർജുൻ അശോകന്റെ ക്യാരക്ടറിലാണ്. ആനന്ദ് ശ്രീബാല അവതരിപ്പിക്കുന്നത് അർജുൻ അശോകൻ. അപ്പൊ ആ ക്യാരക്ടറിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ ക്യാരക്ടറിന് ഒരു പുതുമയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അതിന് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ ഒരു പുതുമയുണ്ട്. അതായിരിക്കും ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഡിഫറൻ്റായിട്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് തുടക്കം തൊട്ട് അവസാനം ഒരു കേസ് അല്ലെങ്കിൽ കുറച്ച് ഇൻസിഡൻസ് അന്വേഷിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള സിനിമയാണ്. ഇത് എഴുതിയിരിക്കുന്ന അഭിലാഷ്. അതെ, അതും ഒരു ആകർഷണമാണ് ഞങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അഭിലാഷമായിട്ടുള്ള ഒരു സംരംഭം എങ്ങനെ, അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് അഭിലാഷിനെ കുറിച്ച്? അതെ, അഭിലാഷിനുള്ള മാളികപ്പുറം എന്ന് പറഞ്ഞ വലിയ വിജയത്തിന് ശേഷം എഴുതുന്ന സിനിമ ഇതാണ്. അഭിലാഷിന്റെ അഭിപ്രായത്തിൽ അഭിലാഷിന് ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹം എഴുതിയ തിരക്കഥ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിരക്കഥ എന്നുള്ള രീതിയിലാണ് പ്രസന്റ്. അതിനൊരു രസം ഇത് ആദ്യത്തെ ഒരു നോട്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങള് ആ അഭിലാഷ് എഴുതിയ ഡ്രാഫ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ അടുത്തും ആക്ടറിന്റെ അടുത്തും ഡിസ്കസ് ചെയ്ത് ഒറ്റ മീറ്റിംഗിൽ തന്നെ ഇതെല്ലാം കൺഫേം ചെയ്ത് ഈ സിനിമ തുടങ്ങാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ അഭിലാഷിന്റെ കഴിഞ്ഞ സിനിമ വലിയ വിജയമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് ഇതിനൊരു വിജയം സമ്മാനിക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അപ്പൊ ഞാൻ മാളവികയോട് ചോദിക്കുന്നത്, മാളവിക ഒരു പുതിയ സംവിധായകനാണ്. അപ്പൊ പുതിയ സംവിധായകൻ എങ്ങനെയുണ്ട് എന്ന് ആദ്യം ഞങ്ങൾ പ്രേക്ഷകര് പറയുന്നതിന് മുമ്പ് അത് അറിഞ്ഞ ആളുകൾ, നിങ്ങൾ അതിൽ അഭിനയിക്കുന്ന ആളുകളാണല്ലോ, എങ്ങനെയുണ്ടായിരുന്നു സംവിധായകൻ? എനിക്ക് ഐ ഫീൽ ലൈക്ക് ഹി ഈസ് വെരി പ്രൊഫഷണൽ. ആരുടെയും അധികം കാര്യങ്ങളിലൊന്നും ഇടപെടാനൊന്നും പോയില്ല. പക്ഷെ ആളുടെ സെറ്റില്, ആളുടെ ഷോട്ടിന് മുന്നിൽ എവരിബഡി ഷുഡ് ബി ലൈക്ക് റെഡി. നമ്മളങ്ങനെ പ്രഷർ ചെയ്യൊന്നുമില്ല, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമ്മളായിട്ട് എന്തെങ്കിലും അതിൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് യു ലൈക്സ് യു ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ പറയൂ ഇല്ല നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു നോക്കാം എന്ന് പറയും. ഐഫിയിൽ ഒരു ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കൊരു കംഫർട്ട് സ്പേസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വിഷ്ണു, രാവിലെ ഇങ്ങനെ നമ്മളെ കുറിച്ച് നല്ല വാക്ക് കേൾക്കുമ്പോൾ ഒരു എനർജി കിട്ടുന്നില്ലേ? തീർച്ചയായും കുറച്ചുകൂടി ചോദിക്കാം ഞാൻ മാളവികയോട്. മാളവിക, എല്ലാവരും ഈ നമ്മള് അഭിനേതാക്കളോട് ചോദിക്കുമ്പോൾ, പല സംവിധായകരെ കുറിച്ച് ചോദിക്കുമ്പോൾ, മുൻപ് സിനിമ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ചോദിക്കാം, അത് കൂടെ വർക്ക് ചെയ്തവരോട് എങ്ങനെയുണ്ട്, സ്ട്രിക്റ്റ് ആണോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇപ്പൊ പുതിയ ആളാണല്ലോ, അപ്പോ വന്നിട്ട് ഇങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയോ? ചിലര് അവര് പറയുന്ന രീതിക്ക് അങ്ങനെ തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്ന സംവിധായകരുണ്ട്, മികച്ച സംവിധായകരുണ്ട്. ഞാൻ ആക്ച്വലി അങ്ങനത്തെ സംവിധായകരുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഇത് വെച്ചിട്ട് എല്ലാവരും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ. അപ്പൊ വിഷ്ണു ചേട്ടൻ ഇസ് ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി അല്ല, എന്നാലും നമ്മളോട് കൂടുതൽ ഒന്നും റഫ് ആൻഡ് ടഫ് ആവാൻ വരാത്ത ഒരാളാണ്. ഫ്രണ്ട്ലി അല്ല അല്ലേ? കുറച്ച് ഒരു റഫാണോ? കുറച്ച് റഫ് അല്ല, റിസർവ്ഡ് ആണ്. ഓക്കെ, വാക്കുകളൊക്കെ വളരെ നോക്കണേ നമ്മള് സംവിധായകനെ കുറിച്ച്. റഫ് അല്ല, ഒരിക്കലും റഫ് അല്ല, കുറച്ച് റിസർവ്ഡ് ആണ്. ടേക്സ് ടൈം. സെറ്റിൽ ആവുമ്പോ ഭയങ്കര ജോളിയാണ്, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഡിസിപ്ലിൻ മസ്റ്റ് ആയിരിക്കും അല്ലേ? ഡിസിപ്ലിൻ, ആൾക്ക് ഡിസിപ്ലിൻ ഉണ്ട്. നമ്മൾ എങ്ങനെയായാലും ആൾക്ക് അങ്ങനെ നിങ്ങൾക്ക് തന്ന സാധനം ഇങ്ങോട്ട് കിട്ടണം അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ ക്യാരക്ടറിനെ കുറിച്ച് പറയൂ, സിനിമയിലേക്ക് വന്നത്? എന്നെ കോൾ ചെയ്യുന്നത് അഭിലാഷ് ചേട്ടനാണ് ആക്ച്വലി. ഓക്കെ, എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി മീറ്റ് ചെയ്തു ഞാൻ ഡയറക്ടറിനെ. ആൻഡ് എനിക്കൊരു ഔട്ട്ലൈൻ തന്നു, നറേഷൻ തന്നു. സ്റ്റോറി ആക്ച്വലി പോകുന്നത് ഈ ഒരു ക്യാരക്ടറിനെ സറൗണ്ട് ചെയ്തിട്ടാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. അപ്പൊ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യാന്ന് പറയുമ്പോൾ ഐ ഫീൽ ഇറ്റ് ലൈക്ക് റിയലി ഹാപ്പി. ആൻഡ് ഞാൻ മുന്നേ ചെയ്ത മൂവിനെയും കാട്ടിലും ഐ ഫീൽ ഇറ്റ്സ് ബെറ്റർ. എന്റെ റോൾ കുറച്ചുകൂടി ബെറ്റർ ആവും എനിക്ക് തോന്നുന്നു. സോ നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫ് നോക്കിയിട്ടല്ലേ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ്. ഐ ഫീൽ ലെറ്റ്സ് ഡു ഇറ്റ് ലൈക്ക് നൈസ് ഡയറക്ടർ, എവരിബഡി ഈസ് ലൈക്ക് ടു ഗുഡ്. അഭിലാഷ് ചേട്ടൻ. ഓക്കെ, വിഷ്ണു, ബാക്കിയുള്ള ആളുകളെ കൂടി, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ആനന്ദ് ശ്രീബാല നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വിഷ്ണു നന്ദിപൂർവ്വം ഓർക്കുന്ന പേരുകൾ ഉണ്ടാകുമല്ലോ അല്ലെ? തീർച്ചയായും എന്റെ നിർമ്മാതാക്കളെയാണ് ഞാൻ ആദ്യം ഓർക്കുന്നത്. ശ്രീ ആൻഡോ ജോസഫും വേണു കുന്നപ്പള്ളി.
അപ്പോ അവര് ചെയ്ത കഴിഞ്ഞ 2 പടങ്ങളും മെഗാ വിജയങ്ങളായിരുന്നു, 2018 നാളികൾ. അവരുടെ കൂടെ ചെയ്യാൻ സിനിമ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ആദ്യത്തെ സിനിമ, കാരണം നല്ല രീതിയിൽ അത് പ്രദർശനശാലകളിൽ എത്തുമെന്നുള്ളൊരു വിജയം ഒരു ഉറപ്പുണ്ട്. പിന്നെ ഈ സിനിമയില് അർജുനെ കൂടാതെ മെയിൻ ആയിട്ട് വരുന്ന താരങ്ങൾ ഒന്ന് സംഗീത, ശ്യാമലയിൽ അഭിനയിച്ച സംഗീത, അവരാണ് ഈ ആനന്ദ് ശ്രീബാലയിലെ ശ്രീബാല. അർജുന്റെ ക്യാരക്ടർ അമ്മയുടെ പേരാണ് സർനെയിമാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അപർണ ദാസ് ഉണ്ട്, സൈജു അജു വർഗീസ്, കോട്ടയം നസീർ, മാളവിക, അങ്ങനെ ഒരു പറ്റം താരങ്ങളുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായതിന്റെ അതൊരു വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താരങ്ങളുള്ള ഒരു സിനിമയാണ്. ഞാൻ പേര് ഞാൻ പറഞ്ഞില്ല, ഇന്ദ്രൻ സേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, അങ്ങനെ ഒരു പറ്റം ആളുകളുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസിനെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയുന്നുണ്ട്. ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിഷ്ണു നാരായണൻ, അദ്ദേഹം മാളികപ്പുറം ചെയ്ത ക്യാമറമാൻ. പിന്നെ കിരൺ ദാസ്, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ജോജി, രോമാഞ്ചം തുടങ്ങിയ സിനിമകളിൽ ചെയ്തതാണ്. പിന്നെ രഞ്ജിന്റെ സംഗീതം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം ഈ സിനിമയിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഒരുപാട് മാസങ്ങളെടുത്ത് കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് ഞങ്ങളുടെ സിനിമയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണെന്നാണ് പ്രൊഡ്യൂസറൊക്കെ മനസ്സിലാക്കുന്നത്. ഈ സംഗീത ചേച്ചിയെ കൊണ്ടുവന്ന കാര്യം പറയാമോ? കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളികൾ ആ മുഖം കാണുമ്പോ എന്റെ അടുത്ത് സത്യം പറഞ്ഞ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഭിലാഷ് പറഞ്ഞത് ഈ ആനന്ദിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചും ഒക്കെയാണ്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന മുഖങ്ങളിൽ ഒരു പക്ഷെ ആദ്യം തന്നെ വന്ന മുഖം സംഗീത ചേച്ചിയുടെ ആയിരുന്നു. കാരണം ഞങ്ങൾ ആ സമയത്ത് ചാവേർ എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ട് ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞു. അപ്പോ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു സീനിലും കണ്ട് പുള്ളിക്കാരി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്യാരക്ടറിന് അതൊരു വല്ലാത്തൊരു ഫ്രഷ്നെസ് കൊണ്ടൊരും തോന്നി. പിന്നെ സംഗീത ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക്കാലിറ്റി ആ കഥാപാത്രത്തിന് യോജിച്ചാണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വിളിച്ചു കഥാപാത്രം കേട്ടറിനെ ഇഷ്ടപ്പെട്ടു. കാരണം അവരൊരു ത്രൂ ഔട്ട് വേഷം ഈ ഒരു തിരിച്ചുവരവില് ചെയ്തിട്ടില്ല, അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഗീത ചേച്ചി. അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉള്ളൊരു കാസ്റ്റിംഗ് ആയിരുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സാധനം മലയാളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് മുതലേ. അപ്പൊ ഇതിൽ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരു അന്വേഷണത്തിന്റെ പിന്നാലെയാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വരുത്താനായിട്ട്, ആളുകളെ പിടിച്ചിരുത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായും ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വരുന്നത് കൊണ്ടും അതിനകത്ത് പലതും നമ്മൾ വിജയിക്കുന്നതും ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടും തന്നെ ട്രീറ്റ്മെന്റിൽ ചെറിയ ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കഥയിൽ, കണ്ടന്റിൽ ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിലെ ഡിഫറൻസിനേക്കാൾ കൂടുതൽ ആ കണ്ടന്റ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ആസ് എ ഡയറക്ടർ ഞാൻ ശ്രമിച്ചത്. അപ്പോ ആ പറയുന്ന കഥയിൽ തന്നെ ഒരു പുതുമയുള്ളത് കാരണം ഞങ്ങൾ സ്ട്രക്ചറിൽ ഒരുപാട് എക്സ്പെരിമെന്റിനൊന്നും പോയിട്ടില്ല. ആ കഥ ഏറ്റവും വ്യക്തമായ എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. മാളവിക, നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മാളവികയാണ് കാണാതെ പോയ പെൺകുട്ടി അല്ലേ? അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രം എടുക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കറന്റ് സിറ്റുവേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് എന്ന് മനസ്സിലാക്കുന്നു ട്രെയിലറിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ്, പ്രത്യേകിച്ച് വാർത്തകൾ, ഈ ഇങ്ങനെ ഇരയായ പെൺകുട്ടികളെ കുറിച്ചുള്ള എഴുത്തുകൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇതിനു വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ ഒരാൾ മസ്റ്റായിട്ടും ഇതിനെ കുറിച്ച് പറഞ്ഞു തരണോ അല്ലെ, ആഴത്തില്? അതാരായിരുന്നു? എനിക്ക് ഡയറക്ടർ പറഞ്ഞു തന്നു, അല്ലാണ്ട് എനിക്ക് വിഷ്ണു തന്നെയാ? അതെ. പിന്നെ ഷൂട്ട് തുടങ്ങിയതിനു ശേഷം എനിക്ക് ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. നമ്മൾ നോർമൽ ഡിസ്കസ് ചെയ്യും, അത്രേ ഉള്ളൂ. വിഷ്ണു, അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു നടന്ന സംഭവം അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ സിനിമയാക്കുമ്പോൾ, ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളില്ലായിരുന്നോ? തീർച്ചയായും ഞങ്ങള് ഇപ്പോ നമ്മുടെ ചുറ്റും നടന്ന സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. നമ്മൾ ഒരാളുടെ ഒരു ജീവിതകഥ എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളായതുകൊണ്ടും തെളിയിക്കപ്പെടാത്ത കേസുകളും ഒക്കെ ഇതിനകത്ത് ഞങ്ങൾ പല ഇൻസിഡൻസിൽ എടുത്തിട്ടുണ്ട്. ഒറ്റ കഥയെ ഫോക്കസ് ചെയ്തിട്ടല്ല, ഞങ്ങൾ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പല കേസുകൾ അതിനുവേണ്ടി പഠിക്കാൻ ഞാനും അഭിലാഷും പോയിട്ടുണ്ട്. അഭിലാഷ് ആക്ച്വലി ഒരുപാട് പോലീസുകാരുമായിട്ട് ബന്ധമുള്ള ആളാണ്. അഭിലാഷിന്റെ വീട് ചോറ്റാനിക്കരയില് എന്റെ അടുത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞങ്ങൾ പല കേസുകളും അത് കണക്ക് തപ്പി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പലരുടെയും മോട്ടിവേഷൻസും അതിന്റെ മോഡസ് ആക്ടിന്റെ നടന്ന കേസുകളിൽ നിന്ന് ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഉൾക്കൊള്ളിക്കാൻ പറ്റിയാൽ അതിനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തിരക്കഥ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എത്തിക്സ് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. അതിൻ്റെതായിട്ടൊരു സൂക്ഷിച്ചു തന്നെയാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആണല്ലേ? ഞങ്ങൾ മീഡിയ എന്തൊക്കെയോ ഒന്ന് താങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോ ഒന്ന് തോന്നിയാണോ?
മീഡിയയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സിനിമയിലെ നായികയും നായകനും അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു മീഡിയയുടെ ഒരു ടാഗാണ്. അപ്പൊ പിന്നെ അപ്പൊ ഞങ്ങളെ പിന്തുണയ്ക്കാണ്. അതെ അതെ തീർച്ചയായും. അപ്പൊ നമ്മൾ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പോലെ നമ്മൾ അങ്ങനെ പോകും. തീർച്ചയായും. ഓക്കെ, മാളവിക, ഷൂട്ട് സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം വിഷ്ണു ചേട്ടൻ കുറച്ച് റിസർവ് ടൈപ്പ് ആയിരുന്നു, ബാക്കിയുള്ള ആരൊക്കെ ആയിട്ടായിരുന്നു കമ്പനി? ആ ഷൂട്ട് ലൊക്കേഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ പറയൂ. വിഷ്ണു ചേട്ടൻ അല്ലാണ്ട് ബാക്കി അവിടെ എല്ലാവരും ഫുൾ ജോളിയായിട്ട്. കേട്ടോ വിഷ്ണു, ഇത് കേട്ടോ? അല്ല, അതൊരിക്കലും കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്തോ ബാക്കി അതെ, വിഷ്ണു ചേട്ടനെങ്കിലും അവിടെ ഒരു ഇത്തിരിയെങ്കിലും സീരിയസ് ആയില്ലെങ്കിൽ ചിലപ്പോ ഷൂട്ട് അതാണ്. അതെ, ഞങ്ങൾക്കൊന്നും ഷൂട്ട് ഉണ്ടെന്ന് ഓർമ്മയില്ല ചില സമയത്ത്. നല്ല സെറ്റ് ആയിരുന്നു. പോസിറ്റീവ് ആണ്. വല്ലതും ഓർഡർ ചെയ്യും, കഴിക്കും, UNO കാച്ച് ഉണ്ടാവും, കളിക്കും. അപ്പൊ വിഷ്ണു ചേട്ടൻ സംവിധായകനോ? വിഷ്ണു ചേട്ടൻ വിളിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ഓഹോ, എല്ലാം റെഡിയാക്കി വെച്ച് വിളിക്കും അല്ലേ? സംവിധാനം ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ കളിയും ജോളിയായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ വിഷ്ണുവിന് തോന്നിയോ, ദൈവമേ ഈശ്വര, ഞാൻ മാത്രമാണല്ലോ ടെൻഷൻ അടിക്കുന്നതെന്ന്? അല്ല, എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഷൂട്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് ഇപ്പോൾ അത്ര ടെൻഷൻ ഇല്ല. ഇപ്പോഴത്തെ ടെൻഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ള ഒരു. അതെ, അപ്പൊ ഇവരൊക്കെ ഭയങ്കര കൂളായി എന്ന് പറയുന്നത് നിങ്ങളെ സംവിധായകനെ സംബന്ധിച്ച് വളരെ വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലേ? തീർച്ചയായും. എനിക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന സെറ്റായിരുന്നില്ല. എനിക്ക് വേണ്ടത് നമ്മൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയത്. ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് വർക്കിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനെ കുറിച്ച് ചോദിക്കാതെ, ആ ഒരു ചോദ്യം ഇല്ലാതെ നമ്മൾ ഇന്റർവ്യൂ അവസാനിപ്പിക്കില്ലല്ലോ. അച്ഛൻ എന്താണ് പറഞ്ഞത്? എന്താണ് പിന്തുണ, സപ്പോർട്ടൊക്കെ എങ്ങനെയാ? ഞാന് സിനിമയിൽ സംവിധായകനാവണമെന്നും ഉള്ളൊരാഗ്രഹത്തിലാണ് വരുന്നത്. പക്ഷെ ഞാൻ അഭിനേതാവായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഓണാക്കാനൊന്നും സാധിച്ചില്ല. അപ്പൊ ഞാന് അച്ഛന്റെ സിനിമയിലും ഒക്കെ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആൻഡോ ചേട്ടന്റെ അടുത്ത് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഞങ്ങളെ കുറെ ഡിസ്കഷൻസിലൊക്കെ ചേർന്ന് ശേഷം എന്റെ അടുത്ത് സംവിധാനം ചെയ്തിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അച്ഛൻ എനിക്ക് ആഗ്രഹമുള്ളതുപോലെ ഒരു പ്രൊഡക്ഷനും ഒരു സ്റ്റാർട്ടും ഒക്കെ കിട്ടിയില്ലേ. അപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തത്. എന്നിട്ട് കഥ ഉള്ള തിരക്കഥ അതിന് ശേഷം ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചിരുന്നു അച്ഛൻ അവര് ഹാപ്പി ആയിരുന്നു. പിന്നെ എന്റെ അടുത്ത് സിനിമ ലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും അച്ഛൻ ഒക്കെ ഞാൻ പണ്ട് ലൊക്കേഷനിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഓർമ്മിച്ചിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. വിനീൻ സാറിന്റെ ശബ്ദമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല സിമിലാരിറ്റി ഉണ്ട്. കണ്ണടച്ച് കേൾക്കുമ്പോൾ ഒരു തോന്നുന്നുണ്ട്, ഒരു ഫീല് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ ആണ് സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്വന്തമായിട്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ റോളിലെങ്കിലും സംവിധായകൻ വരണമെന്നോ അല്ലെങ്കിൽ അഭിനേതായി വരണമെന്നൊക്കെ തോന്നിയിരുന്നോ? അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ഇപ്പൊ മാളവിക പറഞ്ഞ കണക്ക് ഞാൻ മൊത്തം വർക്കിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൽ അത്രയും ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. ചിലപ്പോ ഇനി ഇത് ഒരു തവണ ചെയ്ത് കാരണം അടുത്ത തവണ ചിലപ്പോ ഇനി കുറച്ചുകൂടെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ചിലപ്പോ ഒരു ക്യാരക്ടർ ചെയ്ത് നോക്കാം. ഈ വിഷ്ണു വിനയ് എന്ന പേരിൽ വിഷ്ണുവിന്റെ മനസ്സിൽ സിനിമയുണ്ട്, രക്തത്തിൽ സിനിമയുണ്ട്. അതിനപ്പുറത്തേക്ക് വിനയ് എന്നുള്ളത് എത്രത്തോളം ബലം തരുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോ? ഈ സിനിമ ഞാൻ എന്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന്റെ വിലക്കിന്റെ സമയത്താണ് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അച്ഛന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിലാണ് വർക്ക് ചെയ്ത് പറഞ്ഞത്. അപ്പൊ എനിക്ക് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യണം, അച്ഛന്റെ ആ ഒരു സമയത്ത് കൂടെ നിൽക്കണം. അതോടൊപ്പം എനിക്കും സിനിമ ചെയ്യാൻ എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതിൽ നിന്ന് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ഞാൻ അച്ഛന്റെ പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് 10 വർഷമായിട്ട് സമയത്തെല്ലാം അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഡയറക്ഷനും ഞാൻ കൂടെ ഉണ്ട് അച്ഛൻ്റെ. അപ്പൊ അച്ഛൻ തന്നെയാണ് എന്റെ ആ ഒരു ഞാൻ കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങൾ കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കിയോ അതൊക്കെ അച്ഛന്റെ സിനിമകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് ഈ ആക്ടിങ് എനിക്ക് 19-ാം നൂറ്റാണ്ട് ചെയ്തപ്പോഴാണ് കുറച്ച് അതിനൊരു താല്പര്യം തോന്നിയെങ്കിലും ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തല്ല. മാത്രമല്ല ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അത് അച്ഛന്റെ ഒരു കൂടെ നിന്ന് അത്രയും കഴിഞ്ഞ കുറെ കൊല്ലത്തെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്കതൊരു പോസിറ്റീവാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഓക്കെ. മാളവിക മനോജ് എന്ന നടി ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു സിനിമയാണ് നാളെ റിലീസ് ആവാനിരിക്കുന്നത്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റിനൊപ്പം ഒരു കുഞ്ഞു ടെൻഷനൊക്കെ ഉണ്ടോ? അത് ടെൻഷൻ ഒട്ടും ഇല്ലാന്ന് പറഞ്ഞു. എങ്കിലും ഇനിയുള്ള സ്വപ്നം എന്താണ്? സിനിമയിലേക്കുള്ള വരവ് അതൊക്കെ ഒന്ന് പറയാമോ? ടെൻഷൻ എനിക്കില്ല. ഇല്ല, ഒട്ടും ഇല്ല. നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ എനിക്കത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ അത് ബാക്കിയുള്ളവർ കണ്ടിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ചെയ്ത് പാടുമ്പോ നമുക്കത് ഉണ്ടാവില്ലേ? വെരി കോമൺ. അല്ലാതെ മൂവീസ് എനിക്ക് ബെറ്റർ ആയിട്ട് ഇങ്ങനെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ആനന്ദ് ശ്രീബാലയ്ക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ എല്ലാ ക്രൂവിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. രാവിലെ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ കൃഷ്ണേന്ദു ചേരും. സംസ്ഥാനത്ത് CPM രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നേതാക്കളുടെ വിവാദ നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല. EP ജയരാജനെ സംബന്ധിച്ചത് രണ്ടാമത്തെ സംഭവം. ഒപ്പം നേരത്തെ VS അച്യുതാനന്ദൻ്റെ അടക്കമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ EP ജയരാജന്റെ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലെ പരാമർശങ്ങളാണ് പാർട്ടിയെ വിട്ടിലാക്കാൻ പോകുന്നത്. ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, ഇതാണ് തലക്കെട്ടുള്ള DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥ. ഈ ആത്മകഥയിലെ ചില പരാമർശങ്ങളാണ്. നമുക്കറിയാം EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം CPMന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ പോവാൻ ഇടയായ കാര്യങ്ങളടക്കമുള്ള വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല, പാർട്ടി തൻ്റെ വാദങ്ങൾ കേൾക്കാതെ നടപടിയെടുത്തു. ഒപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ആദ്യ സർക്കാരിനൊപ്പം എത്താൻ കഴിയുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ തുടങ്ങി EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ട വലിയ വിമർശനങ്ങൾക്കെല്ലാം പിന്നിൽ അതിന് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനി ബോണ്ട് വിവാദ കേസിൽ ബോണ്ട് വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ പഴി കേൾക്കേണ്ടി വന്നത് താൻ. ഒപ്പം തന്നെ VM രാധാകൃഷ്ണൻ വിവാദത്തിലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. പക്ഷേ തനിക്ക് വേറെ മാത്രം വിവാദങ്ങൾ ഉയർന്നു. വൈദേഹം റിസോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ്. അത് നേതാക്കൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, തൻ്റെ വ്യവസായ താല്പര്യമല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനമായി വരുന്നത് പാലക്കാട്ടെ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ആ സ്ഥാനാർത്ഥിത്വത്തെയും തള്ളി EP നിലപാടെടുക്കുന്നു എന്ന സാഹചര്യമാണ്. അതായത് P സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ശരിയാണോ എന്ന കാര്യം കാലം തെളിയിക്കട്ടെ. പുതിയ സാഹചര്യത്തിൽ നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. EP ജയരാജൻ പാലക്കാട്ടേക്ക്. LDF സ്ഥാനാർത്ഥി P സരിനായി വോട്ട് തേടും. പാലക്കാട് LDF ജയം ഉറപ്പെന്ന് ജയരാജൻ. LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ EP പങ്കെടുക്കും. പാലക്കാട്ട് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് റോഡ് ഷോ നടത്തും. LDF നേതാക്കളും പാലക്കാട്ടേക്ക്. BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് AP അനിൽകുമാർ MLA. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. LDFന്റെയും NDAയുടെയും വോട്ടുകളാണ് മുഴുവൻ പോൾ ചെയ്യാത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറഞ്ഞതല്ല പോളിംഗ് ശതമാനത്തെ ബാധിച്ചതെന്നും അനിൽകുമാർ ന്യൂസ് 18നോട്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴി മലയാളപ്പുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്ന്. തെരഞ്ഞെടുപ്പിൽ നിന്നും PP ദിവ്യ വിട്ടുനിൽക്കും. നിയമോപദേശത്തിന്റെ ഭാഗമായാണ് PP ദിവ്യ വിട്ടുനിൽക്കുന്നത്. അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് LDF സ്ഥാനാർത്ഥി. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33ാം ദിനത്തിലേക്ക്. കേന്ദ്രമന്ത്രി ശോഭ കരന്തലാജെ ഇന്ന് മുനമ്പത്തെത്തും. കൊല്ലം രൂപത മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മുനമ്പത്തേക്ക് BMS ഐക്യദാർഢ്യ മാർച്ച് നടത്തും. കുട്ടനാട്ടിലെ CPIMൽ വീണ്ടും പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPIM അംഗങ്ങൾ പാർട്ടി വിട്ട് CPIയിൽ ചേർന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം 297 പേരാണ് കുട്ടനാട്ടിൽ CPIM ബന്ധം ഉപേക്ഷിച്ച് CPIയിൽ ചേർന്നത്.
കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലതവണ CPIM നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഫോർട്ട് കൊച്ചിയിൽ തകർന്നു കിടന്ന ഓടയിൽ വീണ വിദേശ സഞ്ചാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന ചോദ്യം. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ പെയ്യുമെന്ന് പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ കേന്ദ്രം. ദേശീയ വാർത്തകൾ. CISFന്റെ ആദ്യ വനിതാ ബറ്റാലിയന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. CISFന്റെ ആദ്യ ഓൾ വിമൻ ബറ്റാലിയൻ സ്ഥാപിക്കാൻ മോദി സർക്കാർ അംഗീകാരം നൽകിയതായി അമിത്ഷാ. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആർട്ടിക്കിൾ 370, മുസ്ലിം സംവരണം, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണം. ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്നാലും ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന് അമിത്ഷാ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പരിശോധന. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. പാൽഘറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഷിൻഡെ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. അന്താരാഷ്ട്ര വാർത്തകൾ. ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2025 ജനുവരി 20 സുഗമമായ അധികാര പരിവർത്തനം ഉറപ്പാക്കി ഇരു നേതാക്കളും. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ യുക്രൈനെയും മിഡിൽ ഈസ്റ്റിനെയും കുറിച്ചും ചർച്ച. റഷ്യ യുക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നും ട്രംപ്. US പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. പെറുവിലെ ലിമയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ചർച്ചകൾ ഇരു നേതാക്കളും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സല്ലവൻ അറിയിച്ചു. വടക്കൻ ഗാസയുടെ ഭാഗങ്ങളിൽ ക്ഷാമഭീഷണി. UN സുരക്ഷാ കൌൺസിലിന് മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ. ക്ഷാമപരിധികൾ ഇതിനകം തന്നെ കടന്നിരിക്കാം, അല്ലെങ്കിൽ സമീപഭാവിയിൽ അത് സംഭവിക്കും എന്ന് ക്ഷാമ അവലോകന സമിതിയുടെ മുന്നറിയിപ്പ്. ബ്രസീലിലെ സുപ്രീം കോടതിക്ക് പുറത്ത് നടന്ന 2 സ്ഫോടനങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചയാളെ തിരിച്ചറിയാനായിട്ടില്ല. സ്ഫോടനത്തെ തുടർന്ന് ബ്രസീൽ സുപ്രീം കോടതി ഉണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചു. 20 സെക്കൻഡുകളുടെ ഇടവേളയിലാണ് ഇരു സ്ഫോടനങ്ങളും ഉണ്ടായത്. സുപ്രീം കോടതിയും കോൺഗ്രസും പ്രസിഡൻഷ്യൽ കൊട്ടാരവും ഉൾപ്പെടെ ബ്രസീലിലെ പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബ്രസീലിലെ 3 പവേഴ്സ് പ്ലാസയിലാണ് സംഭവം. ഫ്ലോറിഡയിലെ സെനറ്റർ മാർക്കോ റൂബിയോ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യുന്നതായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റൂബിയോയെ നിർഭയനായ പോരാളി എന്നും നമ്മുടെ സഖ്യകക്ഷികളുടെ യഥാർത്ഥ സുഹൃത്ത് എന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ഈ പദവിയിലെത്തുന്ന ആദ്യ ലാറ്റിനോ വംശജൻ കൂടിയാണ് റൂബിയോ. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മാറ്റ് ഗേറ്റ്സിനെ അറ്റോർണി ജനറലായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിലാണ് ട്രംപ് നാമനിർദ്ദേശം പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടിനിടെ സർക്കാർ അറ്റോർണിയായോ ജഡ്ജിയായോ ഒരിക്കലും പ്രവർത്തിക്കാത്ത ആദ്യത്തെ US അറ്റോർണി ജനറൽ കൂടിയാണ് മാറ്റ് ഗേറ്റ്സ്. രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും 30 വയസ്സ് തികയുമ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന വിവാദ പ്രസ്താവനയുമായി ജപ്പാനിലെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് നവോക്കി ഹയാകുട്ട. ജനനനിരക്ക് ഉയർത്തുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് വിവാദ പരാമർശം. 18 വയസ്സായി പെൺകുട്ടികൾക്ക് സർവകലാശാല വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം പരിമിതപ്പെടുത്തണമെന്നും ഹയാകുട്ട. 18 വയസ്സിന് ശേഷം വിവാഹത്തിലും കുട്ടികളെ ജനിപ്പിക്കുന്നതിനുമായിരിക്കണം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും പരാമർശം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയും സർക്കാരും ഇസ്രായേലിനേക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു.
സൈനികർക്ക് നേരെ സിറിയയിലുണ്ടായ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകി അമേരിക്ക. സിറിയയിലെ ഭീകര സംഘങ്ങളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം. അമേരിക്കയുടെ സൈനികർക്കും പൗരന്മാർക്കും നേരെയുള്ള ആക്രമണം വച്ചുപൊറുപ്പിക്കില്ലെന്ന് US സെൻട്രൽ കമാൻഡർ ജനറൽ. സൗദി വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ദ്വിരാഷ്ട്ര ചർച്ചയിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന് പിന്തുണ. തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യ അപലപിക്കുന്നതായും വിദേശകാര്യമന്ത്രി. പശ്ചിമേഷ്യയിലെ സുസ്ഥിരതയ്ക്കുള്ള സുപ്രധാന ശക്തിയാണ് സൗദിയെന്നും S. ജയശങ്കർ. ബിസിനസ് വാർത്തകൾ. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31 വരെ നീട്ടിയതായി ആദായ നികുതി വകുപ്പ്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പാൻ കാർഡ് നിർജ്ജീവമാകും. ഒക്ടോബറിൽ രാജ്യത്തെ ആഭ്യന്തര പാസഞ്ചർ കാർ മൊത്ത വ്യാപാരം 3,93,238 യൂണിറ്റുകളായി വർദ്ധിച്ചു. 2024 ഇരുചക്ര വാഹന വിൽപ്പന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒക്ടോബറിൽ 14% വർധനവ് രേഖപ്പെടുത്തി. ഏലം വിലയിൽ കുതിപ്പ്. സ്പൈസ് ബോർഡിന്റെ ഈ ലേലത്തിൽ ശരാശരി വില 2,660 രൂപയിലെത്തി. രണ്ടാഴ്ചയ്ക്കിടെ 200 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിൽ ഇടിവ്. ഇറക്കുമതിയിൽ 3.09% കുറഞ്ഞ് 159.6 ലക്ഷം ടണ്ണായി. മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കുമതി 2023-24 വർഷത്തിൽ 1,31,967 കോടി രൂപയായി കുറഞ്ഞു. സ്പോർട്സ് വാർത്തകൾ. ICC T20 റാങ്കിൽ നേട്ടമുണ്ടാക്കി സഞ്ജു സാംസൺ. 27 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സഞ്ജു 39ാം റാങ്കിൽ. താരത്തിന് നേട്ടമായത് ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരായ സെഞ്ചുറികൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആവേശകരമായ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 11 റൺസിന്റെ വിജയം. ഇന്ത്യ ഉയർത്തിയ 220 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക നേടിയത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ്. ഇന്ത്യ മികച്ച സ്കോർ നേടിയത് തിലക് വർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ. 4 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേള. സംസ്ഥാനത്ത് CPM രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നേതാക്കളുടെ വിവാദ നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല. EP ജയരാജനെ സംബന്ധിച്ചത് രണ്ടാമത്തെ സംഭവം. ഒപ്പം നേരത്തെ VS അച്യുതാനന്ദൻ്റെ അടക്കമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ EP ജയരാജൻ്റെ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലെ പരാമർശങ്ങളാണ് പാർട്ടിയെ വെട്ടിലാക്കാൻ പോകുന്നത്. ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, ഇതാണ് തലക്കെട്ടുള്ള DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥ. ഈ ആത്മകഥയിലെ ചില പരാമർശങ്ങളാണ്. നമുക്കറിയാം EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം CPMന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ പോവാൻ ഇടയായ കാര്യങ്ങളടക്കമുള്ള വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല. പാർട്ടി തൻ്റെ വാദങ്ങൾ കേൾക്കാതെ നടപടിയെടുത്തു. ഒപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ആദ്യ സർക്കാരിനൊപ്പം എത്താൻ കഴിയുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ തുടങ്ങി EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ട വലിയ വിമർശനങ്ങൾക്കെല്ലാം പിന്നിൽ അതിന് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനി ബോണ്ട് വിവാദ കേസിൽ ബോണ്ട് വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ പഴി കേൾക്കേണ്ടി വന്നത് താൻ. ഒപ്പം തന്നെ VM രാധാകൃഷ്ണൻ വിവാദത്തിലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. പക്ഷേ തനിക്ക് വേറെ മാത്രം വിവാദങ്ങൾ ഉയർന്നു. വൈദേഹം റിസോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ്. അത് നേതാക്കൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, തൻ്റെ വ്യവസായ താല്പര്യമല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനമായി വരുന്നത് പാലക്കാട്ടെ P. സരിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ആ സ്ഥാനാർത്ഥിത്വത്തെയും തള്ളി EP നിലപാടെടുക്കുന്നു എന്ന സാഹചര്യമാണ്. അതായത് P. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ശരിയാണോ എന്ന കാര്യം കാലം തെളിയിക്കട്ടെ. പുതിയ സാഹചര്യങ്ങൾ മാറി വരികയാണ്. ഇതിൽ വളരെ ജാഗ്രതയോടെ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും ഈ പുസ്തകത്തിൻ്റെ കൂടുതൽ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സ്ഥാനമാനങ്ങൾക്കായി വരുന്നവർ വയ്യാവേലിയാണ്. P. സരിനെതിരെ രൂക്ഷ വിമർശനമാണ് EP പറയുന്നത്. അതായത് P. സരിൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിലേക്ക് വരുന്നു.
രാവിലെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനി ഒരു അതിഥിയിലേക്ക് കൂടി പോവുകയാണ്. ഇന്ന് നമുക്കറിയാം ലോക പ്രമേഹ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രവീൺ കുമാർ പി നമുക്കൊപ്പം ചേരുകയാണ്. പ്രമേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡോക്ടർ ഗുഡ് മോർണിംഗ്, സ്വാഗതം രാവിലെയിലേക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രമേഹ ദിനമാണ്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും ഓരോ ദിവസവും അതിന്റെ പ്രാധാന്യവും ഏറി വരികയാണ്. എന്താണ് ഡോക്ടർ ആമുഖമായി പറയാനുള്ളത്? അതായത് നമ്മൾ ഇന്ത്യ നമ്പർ 1 പൊസിഷനിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രമേഹത്തിന്റെ രോഗികളുടെ എണ്ണത്തില്. ലോകത്തിലുള്ള പ്രമേഹ രോഗികളിൽ ചൈന ആയിരുന്നു ഇതുവരെ മുന്നിൽ. പക്ഷെ ഇന്ത്യ 10 കോടിയിൽ കൂടുതൽ ആൾക്കാർ പ്രമേഹ രോഗികൾ, അറൌണ്ട് 10% എന്ന് പറയുന്നത്, മോർ ദാൻ 10 crores അത്രയും ആൾക്കാർ പ്രമേഹ രോഗികൾ ആയി മാറി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു സംഖ്യയാണ്. നമ്മള് ഈ ഒരു പ്രമേഹ രോഗം ബാധിച്ചവര് കൂടാതെ പ്രമേഹം അറിയാത്ത ആൾക്കാർ ഏകദേശം ഇത്ര തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ പ്രീ ഡയബറ്റീസ്, പ്രമേഹം വരാൻ സാധ്യതയുള്ള ആൾക്കാരും ഏകദേശം 10-12 കോടിയോളം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30% ആൾക്കാർ എഫക്റ്റഡ് ആണ് ശരിക്കും. പ്രമേഹം നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. അതാണ് ഡോക്ടർ, നമ്മളിപ്പോ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹമായിട്ടെന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞു വെച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള സമയമായി വരികയാണല്ലോ. എന്തൊക്കെയാണ് നല്ല ഭക്ഷണശീലം എന്നുള്ളതാണ്? ശരിക്കും ആഹാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും പ്രമേഹം ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരായതിനാല് നമ്മള് ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഒരു ആരോഗ്യകരമായ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് കുറക്കുക. അതായത് കൂടുതൽ ഈ ധാന്യങ്ങളുടെ അളവ് കുറച്ചിട്ട് കൂടുതൽ പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക. പ്രത്യേകിച്ച് ഇഡ്ഡലി, ദോശ കഴിക്കുന്ന ആൾക്കാർ ഒരു 4-5 ഇഡ്ഡലി കഴിക്കുന്നതിന് പകരം 2 മാക്സിമം 3 എണ്ണം കഴിച്ചിട്ട് അതിന്റെ കൂടെ കുറച്ച് സാലഡുകൾ, ഗ്രീൻ സാലഡ്സ്, അല്ലെങ്കിൽ ഈ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ അങ്ങനത്തെയൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കാം. വേണമെങ്കിൽ ഒരു എഗ്ഗ് കഴിക്കാം. നോൺ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ആൾക്കാരിൽ എഗ്ഗ് ഒരെണ്ണം കഴിക്കാം. അതുപോലെ ഇൻ ബിറ്റ്വീൻ സാലഡുകൾ അധികം കാലറി റിച്ച് ആയിട്ടുള്ള അല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യുക. ഉച്ചക്ക് റൈസിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ ഈ തോരൻ, പയർവർഗ്ഗങ്ങൾ, അങ്ങനത്തെ ഈ ബീൻസ്, കൊത്തവര, ഇലക്കറികൾ, അതൊക്കെ ഫ്രീ ഫുഡ് പോലെ നമുക്ക് കൂടുതൽ ഓയിൽ ചേരാത്ത തോരനുകൾ ഇത് കഴിക്കുക. പിന്നെ ഈ മിഡ് ഈവനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ വേണമെങ്കിൽ എന്തെങ്കിലും ഓട്സ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അധികം കാലറി റിച്ച് അല്ലാത്ത ഈ വീറ്റ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഈവനിങ്ങിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നൈറ്റിൽ വേണമെങ്കിൽ റൈസ് തന്നെയാണെങ്കിലും റൈസിന്റെ എല്ലാവരും പറയും ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തിയും റൈസും ഒക്കെ ധാന്യങ്ങളാണ്. അപ്പൊ അതെല്ലാം അളവ് കുറക്കണം. ചപ്പാത്തി ആണെങ്കിലും 1-2 എണ്ണം അതിന്റെ കൂടെ കടല, പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കാം. പിന്നെ ഫിഷ് ആണെങ്കിൽ കറിയായിട്ട് കഴിക്കാം. ഫ്രൈ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. ഓയിലി ഫുഡ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ സാധാരണ പറയാറ്. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട്സ് ചിലപ്പോൾ എല്ലാവരും പറയും ഫ്രൂട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യേണ്ട. 1-2 പഴങ്ങൾ ഒരു ദിവസം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലത് തന്നെയാണ് ആക്ച്വലി. അതായത് ഏറ്റവും നല്ലത് പേരക്ക, ഗ്രീൻ ആപ്പിൾ, ഗുവാവ ആൻഡ് ഗ്രീൻ ആപ്പിൾ, ഇതാണ് ഏറ്റവും നല്ല പഴങ്ങൾ. അധികം മധുരമില്ലാത്ത പഴങ്ങളാണ്. പിന്നെ ഏത് പഴങ്ങളായാലും ഇൻ മോഡറേഷൻ, ഇപ്പൊ അളവ് കുറച്ച് 1-2 റോബസ്റ്റ പഴമാണെങ്കിലും 1 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം, ഓറഞ്ച്, മൂസമ്പി, പേരക്ക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, നമ്മളിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയത്തോടാണല്ലോ. ഈ ഒരു നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ അതിലൊക്കെ തെറ്റുന്നത് ഈ സമയം കൊണ്ടാണ്. അപ്പൊ ഈ പലതവണ കേട്ടിട്ടുള്ള ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ പ്രമേഹത്തെ കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടുള്ളത് തവണകളായി കഴിക്കുക എന്നോർക്കും. ഒരു സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കുക, പക്ഷെ തവണകളായി എടുക്കാന്ന്. ഈ തവണകളായി കഴിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ഡോക്ടറെ. അതാണ് പ്രശ്നം. പക്ഷെ അതിൽ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാക്കാം. ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരു വിത്തിൻ ഒരു 11-11:30 സമയത്ത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് സൈഡ് റൂമിലേക്ക് പോയിട്ട് നമുക്ക് ചെറിയ നമുക്ക് സ്നാക്സ് കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്നോ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയം ഉണ്ടാക്കാം. ഓഫീസിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇതൊക്കെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. വളരെ റെയർലി മാത്രമാണ് നമുക്ക് തീരെ പറ്റാണ്ടിരിക്കുന്നത്.
അതെ ഡോക്ടർ, മറ്റൊന്ന് ഇന്ന് ശിശുദിനമാണ്. ഈ കുട്ടികളിൽ പ്രമേഹം അത് അവരുടെ എണ്ണം കൂടി വരികയാണ് ഡോക്ടർ. ഒരു പ്രായം കഴിഞ്ഞവരിലാണ് പണ്ട് നമ്മൾ എനിക്ക് ഷുഗറാണ് എന്ന് പറയുന്ന അത് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ചെറിയ കുട്ടികൾ യൂഷ്വലി ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കൂടുതൽ. നമ്മുടെ നാട്ടില് ടൈപ്പ് 1 ഡയബറ്റീസ് കുറവാണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് അഡൽട്ട് ഓൺസെറ്റ് ഡയബറ്റീസ്, പ്രായമായിട്ടുള്ളവരിൽ വരുന്ന ഡയബറ്റീസും ഇപ്പൊ ഏർലി ആയിട്ട് ഒരു 10 വയസ്സിലൊക്കെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. എത്രയോ കുട്ടികളിൽ. കാരണം അത് മെയിൻലി അവരുടെ ലൈഫ് ഹാബിറ്റ്സ് കൊണ്ടാണ്. സെഡൻഡറി ലൈഫ് ഹാബിറ്റ്, പഴയതുപോലെ ഓടിക്കളിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള കാലറി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക. പിന്നെ കോളകൾ അമിതമായ ഉപയോഗം, കോളകളുടെ അമിതമായ ഉപയോഗം, ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒബീസ് ആവും. അപ്പൊ ഒബീസിറ്റി ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഒബീസിറ്റി ശരിക്കും ഈ ലിവറിൽ ഫാറ്റ് വളരെയധികം കൂടും. ലിവറിൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്ന ലിവറിലാണ്. അപ്പോൾ ഇൻസുലിന്റെ ആക്ഷൻ, ഇൻസുലിന്റെ വർക്കിംഗ് കുറഞ്ഞിട്ട് അതായത് ഇസ് കോൾഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ക്രമേണ പ്രമേഹം വരാനുള്ള സാധ്യത. ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഏർലി തന്നെ വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈവൻ അറ്റ് ബർത്ത് നമ്മളിപ്പോ ഒരു ഡയബറ്റിസ് മദറുള്ള അവന്റെ ബേബി ആണെങ്കിൽ ആ ബേബിക്ക് ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും, അവർക്ക് അബ്ഡോമിനൽ ഒബീസിറ്റി കൂടുതലായിരിക്കും, വിസറൽ ആഡിപ്പോസ് ടിഷ്യൂ കൂടുതലായിരിക്കും, വയറിന്റെ ഉള്ളിലുള്ള ഫാറ്റുകൾ കൂടുതലായിരിക്കും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പൊ ഏർലി തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു എക്സസൈസ്, ഞാൻ നേരത്തെ ഡയറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ റെഗുലർ എക്സസൈസ് ഓൾസോ ഈസ് ഇമ്പോർട്ടന്റ്. ഒരു 30 minutes പെർ ഡേ ഫോർ 5 days, അറ്റ്ലീസ്റ്റ് 5 days എ വീക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഈവൻ ബ്രിസ്ക് വാക്കിംഗ്, എന്ത് എക്സസൈസ് ആണെങ്കിലും ഒരു. അതാണ് ഡോക്ടർ, എപ്പോഴും ഈ വ്യായാമത്തിന്റെ കാര്യത്തിൽ പ്രമേഹ രോഗികൾക്ക് സംശയമുണ്ട്. ഈ നടത്തം, അതായത് നടക്കാൻ വ്യായാമത്തിന് വേണ്ടി നടക്കണം അല്ലെ, അല്ലാതെ നമ്മളിപ്പോ വീട്ടില് വെറുതെ നടക്കുന്നു എന്ന് പറയുന്നത് വ്യായാമമായിട്ട് കൂട്ടില്ല. ഒരു 30 minutes ബ്രിസ്ക് വാക്കിംഗ്, കുറച്ച് സ്പീഡിലുള്ള നടത്തം, അതാണ് കൈവീശി നടക്കുക. കൈവീശി ബ്രിസ്ക് വാക്കിംഗ് കുറച്ച് സ്പീഡിൽ, നമുക്ക് പറ്റാവുന്നത്ര സ്പീഡിൽ. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞു, മറ്റേ ജീവിതശൈലി രോഗമായിട്ട് വരുന്നതാണല്ലോ ഈ പ്രമേഹം. നമ്മൾ എപ്പോഴാണ് ഈ പ്രമേഹം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തോന്നുക നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ട് ദാഹം കൂടുതൽ, യൂറിനേഷൻ കൂടുതൽ, ലോസ് ഓഫ് വെയിറ്റ്, ഈ 3 എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർഡിനൽ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് വന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ തന്നെ ഒരു 35 വയസ്സ് 40 വയസ്സാകുമ്പോഴേക്കും റുട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി ഡയബറ്റീസ്, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. ഇപ്പൊ ഈ ദാഹവും കൂടുതലും മൂത്രം കൂടുതലും ഒന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇപ്പോ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു ഡിംനെസ് ഓഫ് വിഷൻ, കണ്ണില് കാഴ്ച കുറഞ്ഞ ഒരാളെ നോക്കിയപ്പോൾ കണ്ണില് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കണ്ടത്. ബ്ലീഡിങ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ട് പ്രമേഹം ഉണ്ടായിട്ട് ഇയാൾ അറിഞ്ഞില്ല, ഇദ്ദേഹത്തിന് ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല. ചോദിച്ചപ്പോഴാണ് കുറച്ച് ദാഹം കൂടുതലും മൂത്രം കൂടുതലും. പിന്നെ നോക്കിയപ്പോഴാണ് ലേസർ സർജറി ചെയ്യേണ്ട അത്രയും ഡയബറ്റിക് റെറ്റിനോപ്പതി അദ്ദേഹത്തിന് ബാധിച്ചു കഴിഞ്ഞു. അദ്ദേഹം അത് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അതാണ് ഡോക്ടർ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. നമ്മൾ ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. ഷുഗർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷുഗറിനെയാണോ നമ്മൾ പറയുന്നത്? ഷുഗറായിട്ട് ബന്ധപ്പെട്ട എല്ലാം, മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ്. മധുരം ഒഴിവാക്കുക, ഡയറക്റ്റ് ഷുഗർ മാത്രമല്ല, മധുരം ഉള്ള എല്ലാം വർജിക്കുന്നത് നല്ലതാണ്. നേരത്തെ തന്നെ, ഒരു പ്രായം കഴിഞ്ഞല്ല, നേരത്തെ തന്നെ കുറക്കുക. ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ മധുരം ഇട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. മധുരം കുറച്ചിട്ട് ശീലമാക്കുക. അതെ, മധുരം കുറച്ചിട്ടുള്ള ഒരു ശീലം മുളയിലെ തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറച്ച് കുറയും. നമ്മൾ മുഴുവനായിട്ട് കുറയുന്നു എന്നല്ല പറയണത്, പക്ഷെ അത് നമുക്ക് ഈ ഒബീസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത കുറയും. കാരണം ഈ മധുരം നമുക്കൊരു ക്രേവിംഗ് ആയി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോളകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇതാണ് ഡയബറ്റോജനിക് ആയിട്ടുള്ള ഒരു വസ്തു നമ്മുടെ സമൂഹത്തിൽ. ശരി, എന്തായാലും ഇന്ന് പ്രമേഹ ദിനത്തിൽ താങ്കളെ ഞങ്ങൾക്ക് അതിഥിയായി ലഭിച്ചതിൽ വലിയ സന്തോഷം. കൊച്ചിയിലെ സൺറൈസ് ഹോസ്പിറ്റലിലെ പ്രമേഹ രോഗ വിദഗ്ധനാണ് ഡോക്ടർ പ്രവീൺ കുമാർ. ഡോക്ടർ, താങ്ക് യു ആൻഡ് ഗുഡ് ഡേ. താങ്ക് യു, ഗുഡ് ഡേ. താങ്ക് യു. നമ്മളിനി വാർത്തയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക് തിരിച്ചു എന്ന വാർത്ത വരുന്നു. പാലക്കാട്ട് എത്തിയ ശേഷം വിശദമായി സംസാരിക്കാമെന്നാണ് ഇ.പി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്.
ഇപ്പോൾ EP അവിടെ പാലക്കാട്ടേക്ക് തിരിക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അദ്ദേഹം നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഞാൻ അവിടെ പറയുന്നുണ്ട്, പത്രക്കാരോട് എല്ലാവരും രാവിലെ കാണും. നമ്മൾ ഉദ്ദേശിച്ച സസ്പെൻസ് അവിടെയും ഇടുകയാണ് EP. ഞാൻ അവിടെ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത് കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33ാം ദിനത്തിലാണ്. കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ഇന്ന് മുനമ്പത്തെത്തും. കൊല്ലം രൂപത മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപന്തലിലെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മുനമ്പത്തേക്ക് BMS ഐക്യദാർഢ്യ മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. മുനമ്പത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു പിന്തുണയുമായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് മുനമ്പത്തേക്ക് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ എത്തും. അതുപോലെ തന്നെ മേജർ രവിയും അവരെ അനയിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമരപന്തലിൽ എത്തുമെന്നാണ് അറിയുന്നത്. അതുപോലെ കൊല്ലം രൂപതയിൽ നിന്ന് രൂപത അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സമരപന്തൽ സന്ദർശിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുനമ്പത്ത് നിരന്തരമായി വിവിധ സഭകളുടെ വിവിധ ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളുടേതുമായിട്ടുള്ള ആളുകൾ സന്ദർശനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെയാണ് നമ്മൾ തലശ്ശേരി അതിരൂപത മെത്രോപൊലീറ്റൻ മാർ ജോസഫ് പാംപ്ലാനി മുനമ്പത്ത് സന്ദർശനം നടത്തിയത്. മുനമ്പം ജനതയോട് സർക്കാർ കാണിച്ചത് അങ്ങേയറ്റം നീതിലംഘനമാണെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. മാത്രമല്ല, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും അത്തരത്തിലുള്ള നീക്കം ഒരു സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ആ ഒരു പ്രവർത്തന രീതി നല്ലതല്ല എന്നുള്ള തരത്തിൽ ഇത് അദ്ദേഹം എടുത്തു പറയുകയുണ്ട്. നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ സർക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ മിണ്ടാതിരിക്കുന്ന മൗനം പാലിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നീതിപരമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം എന്നൊരു ജനത ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ. ശരി ആജ്ഞ, എന്തായാലും 33ാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു എന്നുള്ളതാണ്. 31ാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ആളുകൾ പിന്തുണയുമായി എത്തുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഒരുപാട് പേരുടെ സ്പെഷ്യൽ ഡേ ആണിന്ന്. എല്ലാവർക്കും ആശംസകൾ. കോഴിക്കോട് സ്വദേശിയായ ഇതൾ മോളുടെ ജന്മദിനമാണിന്ന്. മോളുടെ 1ാമത്തെ പിറന്നാളാണ്. ഇതൾ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. തൃശൂർ പേരാമംഗലം സ്വദേശികളായ രനീഷ് നീതു രണ്ടുപേരുടെയും 12ാമത്തെ വിവാഹ വാർഷികമാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് കാലം പോകാൻ കഴിയട്ടെ. രനീഷിനും നീതുവിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വയനാട് മാനന്തവാടി സ്വദേശികളായ അനന്തകൃഷ്ണന്റെയും വിസ്മയയുടെയും മകൻ ധ്രുപത് മാധവിന്റെ ജന്മദിനമായിരുന്നു. നല്ല പേര്, ധ്രുപത് മാധവ്. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഇന്നലെയായിരുന്നു മോന്റെ ബർത്ത്ഡേ. ബിലേറ്റഡ് വിഷസ്. ഇത് ഞങ്ങളുടെ കുടുംബാംഗമാണ് വിനീഷ്. ന്യൂസ് 18 കുടുംബാംഗമാണ്. ഞങ്ങളുടെ യൂട്യൂബ് ടീമിലെ വിനീഷിന്റെയും ഗ്രീഷ്മയുടെയും 2ാമത്തെ വിവാഹ വാർഷികമാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇതുപോലെ റൊമാൻറ്റിക് ആയിട്ട് മുന്നോട്ട് പോകട്ടെ വിനീഷ്. പ്രത്യേകം യൂട്യൂബ് ടീം ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. ഹാപ്പി ആനിവേഴ്സറി. കൊല്ലം സ്വദേശിയായ അതിഥി അനൂപിന്റെ ജന്മദിനമാണിന്ന്. അതിഥിയുടെ 10ാമത്തെ ഇന്നലെയാണ് അതിഥിയുടെ 10ാമത്തെ ജന്മദിനമായിരുന്നു. ബാലിക മറിയം സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മോള്. മോളുടെ അമ്മൂമ്മയാണ് ആശംസകൾ അറിയിച്ചത്. എന്തായാലും രണ്ടുപേരും നമ്മളോടൊപ്പം ഇപ്പൊ സൂമിൽ ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അമ്മൂമ്മയ്ക്കും മോൾക്കും രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാം അമ്മൂമ്മയാണ് അവിടുത്തെ താരം എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് മോളുടെ ജന്മദിനത്തിന് എന്താണ് സ്പെഷ്യൽ അമ്മൂമ്മ? അമ്മൂമ്മ, മോൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞായറാഴ്ചയാണ്. അന്നാണ് ബന്ധുക്കളെല്ലാം എത്തുന്നത്. അവധി ദിവസം ആയതുകൊണ്ട്. എങ്കിലും ഇന്നലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു കേക്ക് കിട്ടിയിരുന്നു, കട്ട് ചെയ്തു. ആഹാ, അടിപൊളി. അപ്പൊ ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് ഞായറാഴ്ച വെച്ചേക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതിഥി മോളെ ഞങ്ങളും വരട്ടെ. അമ്മൂമ്മക്ക് എന്തോ പ്രത്യേകതയുള്ള ആളാണല്ലോ അമ്മൂമ്മ എന്ത് ചെയ്യുന്നേ? അതെ, ഞാൻ ഇവിടെ SN കോളേജിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു. ഒപ്പം ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, എത്ര വയസ്സായി? 60 വയസ്സ്. 60 വയസ്സ്. എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ BA മലയാളം 2nd സെമസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറായിട്ടിരിക്കുക. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ? തീർച്ചയായിട്ടും. ഈ പോസിറ്റിവിറ്റി മോളിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് രാവിലെ.
താങ്ക് യു. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഞാൻ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓ, പിന്നെ ഞാൻ 10ാം തരം തുല്യത എഴുതി, പിന്നെ +1 +2 എഴുതി, ഇപ്പൊ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ അമ്മുമ്മയാണ് താരം ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ പറഞ്ഞത്. ഇത് അറിയാതെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആശംസകൾ അതിഥി മോക്ക് മാത്രമല്ല അമ്മുമ്മയ്ക്കും ആശംസകൾ. പരീക്ഷയ്ക്ക് കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ ക്ലാസ് ഫാത്തിമ കോളേജിലാണ് ഞായറാഴ്ച. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠിതാവാണ് ഞാൻ. ഫാത്തിമ കോളേജ് ഗംഭീര കോളേജല്ലേ? നല്ല ഭംഗിയുള്ള കോളേജല്ലേ? തീർച്ചയായിട്ടും വലിയൊരു മഹാഭാഗ്യമാണ് കേട്ടോ. ഈ പ്രായത്തില് ആ കോളേജിലെ ഒരു സ്റ്റുഡൻസ് എന്ന് പറയാൻ കഴിയുമ്പോ അതൊരു മഹാഭാഗ്യമാണ്. അമ്മയുടെ പേരോട് പറയാമോ? എന്റെ പേര് ഷേർലി. ഷേർലി അമ്മ, ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കട്ടെ, ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കേട്ടോ. അതിഥി മോളെ ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി കേട്ടോ. ലക്കാണ് ഇങ്ങനെ ഒരു അമ്മൂമ്മയെ കിട്ടിയതില്. കെട്ടിപ്പിടിച്ചു അമ്മൂമ്മയെ ഒന്ന് കേട്ടോ. അപ്പൊ ബൈ, രണ്ടുപേർക്കും ബൈ. നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റിയോടെ നമ്മൾ ഇന്നത്തെ രാവിലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച ആ വാക്കുകളോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു സജീവമായ വാർത്താ ദിനത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.